ഞങ്ങളുടെ ഒരു ദൈവദാസൻ കടന്നു വരുവാനും ആ ദൈവദാസൻ ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ ദേശത്തെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും ഒക്കെ ഇടയായിക്കൊണ്ടിരുന്നു. ഇത് അറിഞ്ഞിട്ടും അറിയാത്ത രീതിയിൽ നടന്നു. ദൈവദാസൻ കടന്നു പോകുമ്പോൾ അവരെ അസഭ്യം പറയുക, അവരെ പ്രാർത്ഥനയെക്കുറിച്ച് അവർ പ്രാർത്ഥനയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക, യാത്രാമധ്യേ നമ്മുടെ അടുക്കൽ കൂടെ യാത്ര ചെയ്യുവാണെങ്കിൽ അവരെ കുറിച്ച് അതും ഇതും പറയുക, അവർക്ക് യാത്ര ബുദ്ധിമുട്ടുണ്ടാക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഭയങ്കര ഹോബി എന്ന് പറയുന്നത്. അതിൽ ഭയങ്കര സന്തോഷവും സംതൃപ്തിയും കണ്ടെത്തിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം എൻ്റെ പിൻകാലത്തിൽ ഉണ്ടായിരുന്നു. ഞാൻ അധ്വാനിക്കുന്ന പകുതി പൈസയും അല്ലെങ്കിൽ മുഴുവൻ പൈസയും കൂടുതലായിട്ട് ഞാൻ മദ്യപിക്കാനും മറ്റുള്ള ലഹരി പദാർത്ഥങ്ങൾക്കൊക്കെ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം എൻ്റെ പിൻപിലുണ്ടായിരുന്നു. ആ സമയങ്ങളിൽ ദൈവം എന്തെന്നറിയാതെ അല്ലെ ദൈവത്തെ സ്തുതിക്കാതെ ഞാൻ മുന്നോട്ട് കടന്നുപോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ എന്നെ കണ്ടതുകൊണ്ട് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുന്നിൽ വചനവുമായി നിൽപ്പാൻ കർത്താവ് ഇടയാക്കി. അങ്ങനെ പോകുന്ന ഒരു കാലഘട്ടത്തിൽ പെട്ടെന്ന് എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനുമായി ഞാൻ രാവിലെ ഒരു ദിവസം വൈകിട്ട് രാത്രി സമയം ഒരു 7-8 മണിയോട് അടുത്തിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടി മദ്യപിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ദേവദാസനെല്ലാം കടന്നുപോയപ്പോൾ പുള്ളി വളരെയേറെ അസഭ്യം പറഞ്ഞു, സിഗരറ്റൊക്കെ വലിച്ച് പുള്ളിയുടെ മുഖത്തൊക്കെ ഊതി ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ പുള്ളിക്ക് ഉണ്ടാക്കി. ഇങ്ങനെ വഴിയിൽ നിന്നിട്ട് പിറ്റേ രാവിലെ എൻ്റെ ഒരു സഹോദരനെ കണ്ടു. പുള്ളി എന്നപ്പം എന്നോട് പറഞ്ഞിടാ, എൻ്റെ അടുത്ത് ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്, നീ ഒന്ന് കടന്ന് വരണമെന്ന് പറഞ്ഞു. വരാം എന്നുള്ള രീതിയിൽ പുള്ളിയോട് സംസാരിച്ചു. അവിടുന്ന് ഞാൻ വീട്ടിൽ പോയി. എൻ്റെ ഭവനത്തിൽ ചെന്ന് എൻ്റെ റൂമിൽ ചെന്നതിന് ശേഷം എനിക്ക് റൂമിൽ ഇരിക്കാൻ കഴിയുന്നില്ല, എനിക്ക് ഭവനത്തിൽ ഇരിക്കാൻ കഴിയുന്നില്ല. TV വെച്ച് നോക്കുന്നു, TV കാണാൻ തോന്നുന്നില്ല. എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത വല്ലാത്തൊരു മാനസിക അവസ്ഥയിലേക്ക് ഞാൻ കടന്നു പോകുവാനായിട്ട് ഇടയായി തീർന്നു. അവിടുന്ന് അങ്ങനെ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ ഫോൺ എടുത്ത് ആ ജ്യേഷ്ഠ സഹോദരനെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഭവനത്തിൽ ഇരുന്നിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് പ്രാർത്ഥനയ്ക്ക് കടന്നു വരണം. അവൻ എന്നോട് പറഞ്ഞു, നീ ധൈര്യമായിട്ട് കടന്നു വരാൻ പറഞ്ഞു. ഞാൻ മീറ്റിങ്ങിന് അവിടെ കടന്നു ചെല്ലുമ്പോൾ, ഞാൻ കയറി ചെല്ലുമ്പോൾ ആരോ VIP അല്ലെങ്കിൽ ആര് വരുന്നത് പോലുള്ള എല്ലാവരുടെ മുഖത്ത് എക്സ്പ്രഷൻ അതുപോലെയാണ് ഞങ്ങളുടെ അടുത്തുള്ള എല്ലാ മീറ്റിങ്ങിൽ ഇരിക്കുന്ന വ്യക്തിജനങ്ങളുടെ. കാരണം നമ്മുടെ അടുത്തുള്ള അനേകരുണ്ട്. ഇത്രയും നാളും മദ്യപിച്ചും പുകവലിച്ചും നടന്ന ഒരുവൻ ഈ മീറ്റിങ്ങിന്റെ ഇടയിലോട്ട് കയറി വരുന്നത് എന്തിനാണോ? അടുത്ത ബഹളം ഉണ്ടാക്കാനാണോ എന്നുള്ള ഒരു നോട്ടത്തിൽ എല്ലാവരും ഇങ്ങനെ നോക്കിയിരുന്ന ഒരു സമയം. മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ മീറ്റിങ്ങിലിരുന്നു. ദൈവാത്മാവ് അനേകരോട് വചനത്തിലൂടെ ഇടപെട്ടു. ദൈവശക്തി അനേകർ പ്രാപിച്ചു. മീറ്റിങ്ങിന്റെ അവസാന സമയങ്ങളിലേക്ക് കടന്നു വന്ന സമയം ദൈവദാസൻ എൻ്റെ മേൽ കൈവച്ചു. ദൈവശക്തി എന്നിൽ മേലേക്ക് പകരുവാൻ ഇടയായിത്തീർന്നു. എന്നിൽ പിടിച്ചു നിന്ന സകല ബന്ധനങ്ങളും സകല അന്ധകാര ശത്രുവിന്റെ സകല ബന്ധനങ്ങളും വിട്ടുമാറി പൂർണ്ണമാകുന്ന ഒരു വിടുതലിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ ഇടയാക്കി. അതൊക്കെ ആലോചിക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ നിൽക്കുകയായിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെ നിൽപ്പാൻ പോലും യോഗ്യതയില്ലാതെ ഒരു പക്ഷേ ലോകത്തിൽ തന്നെ കാണുമോ എന്നുള്ള ഒരു പ്രതീക്ഷയില്, അല്ല കാണത്തില്ല എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എനിക്ക് സമയങ്ങളിൽ ഹിരണ്യയുടെയായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ വന്ന് പുഷ്പഗിരിയിൽ ചെന്ന് എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ എന്നോട് ഡോക്ടർ ചോദിച്ചത് വലിക്കൂന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാൻ സിഗരറ്റ് വലിക്കത്തില്ല. 4-5 പ്രാവശ്യം അവര് ഫുള്ള് എക്സ്റേ എടുത്ത് സ്കാൻ ചെയ്തിട്ടാണ് എൻ്റെ അകത്തുള്ള ബോഡി പാർട്സുകൾ ഒന്ന് കാണുവാനായിട്ട് കഴിഞ്ഞത്. അതുപോലെ പുക നിറഞ്ഞിരുന്ന ഒരു അവസരം, ഒരു സാഹചര്യം എനിക്ക് ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതിൽ നിന്നൊക്കെയും മാറി ഇന്ന് പകലിൽ അല്ലെങ്കിൽ പ്രഭാതത്തിങ്കൽ കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കാൻ കർത്താവ് ഇടയാക്കി കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പിൻകാല ജീവിത സാഹചര്യങ്ങൾ നോക്കിയാൽ ഇന്ന് നിങ്ങളും ഒത്ത് നിൽപ്പാനോ നിങ്ങളുമായ ദൈവവചനം പങ്കുവെക്കാനോ യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് കർത്താവ് ഒരു യോഗ്യനായ വണ്ണം എന്നെ നിർത്തി എന്നെ സ്നേഹിച്ച് നടത്തിയ കൃപയ്ക്കായി സ്തോത്രം. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ പറയപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. വളരെ ഞങ്ങൾ മീറ്റിങ്ങിന് കടന്നു പോയപ്പോൾ ഒരു അനർത്ഥം ഞങ്ങളുടെ മുന്നിൽ കടന്നു വന്നു. അത് വ്യസന കാരണമാകാതെ വലിയവനായ ദൈവം അതിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുവാനും ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അതിന് ബുധനാഴ്ച മീറ്റിങ്ങിൽ പങ്കെടുത്ത ദൈവമക്കൾക്ക് അറിയാമല്ലോ, ഞങ്ങൾ കടന്നു പോകുന്ന വഴിക്ക് ഒരു വാഹനത്തിന്റെ ആയിട്ടുള്ള ഒരു ചെറിയ ആക്സിഡന്റ് ഒക്കെ ഞങ്ങൾക്ക് നടക്കുവാൻ ഇടയായിരുന്നു. അവിടെയും വലിയവനായ ദൈവം ഞങ്ങളെ നടത്തി. സ്തോത്രം. ദൈവം ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയ കൃപയ്ക്കായി സ്തോത്രം. നമ്മുടെ കഴിവല്ല, വലിയവനായ ദൈവം കണ്ടതുകൊണ്ട്, ദൈവം കരുതിയത് കൊണ്ട് ഇന്നൊരു പകലിലും കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് ഇടയാക്കിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം തിരുവചന ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു വേദഭാഗം എന്ന് പറയുന്നത് യെശയ്യാവിന്റെ പുസ്തകം
43 അതിന്റെ 19 വാക്യം, യെശയ്യാവിന്റെ പുസ്തകം 43 അതിന്റെ 19 അതിങ്ങനെ വായിക്കപ്പെടുന്നു: ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും, നിങ്ങൾക്കത് അറിയുന്നില്ലയോ? ഇതാ ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. പ്രൈസ് ദി ലോർഡ്. എന്നെ ഇതിൽ ചിന്തിപ്പിച്ച ഒരു വിഷയം എന്ന് പറയുന്നത് മരുഭൂമിയിൽ ഒരു വഴി ഉണ്ടാക്കും. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളില്, ഈ വർഷത്തില് ദൈവാത്മാവ് ആദ്യം മുതലേ എന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ്. പുതിയൊരു വഴി, പുതിയ മേഖലകൾ വലിയവനായ ദൈവം നമുക്ക് വേണ്ടി തുറക്കപ്പെടുമെന്ന് ദൈവദാസന്മാരുടെ ദാസിയിലൂടെയൊക്കെയും ദൈവം വ്യക്തമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ കുറെ നാളുകളായിട്ട് എന്നെ ചിന്തിപ്പിച്ച ഒരു വിഷയമാണ് പുതിയൊരു വഴി. പ്രൈസ് ദി ലോർഡ്. മരുഭൂമിയിലെ ഒരു വഴി. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എല്ലാവർക്കും അറിയപ്പെടാവുന്ന ഒരു കാര്യമാണ് മരുഭൂമിയിൽ ഒരു വഴി എന്ന് പറഞ്ഞാൽ. ഒരു മനുഷ്യൻ മരുഭൂമിയിൽ കൂടെ നടന്നു പോയാൽ അതിന്റെ പിൻപിൽ വരുന്നവന് ഒരു കാറ്റടിച്ചു കഴിഞ്ഞാൽ നടന്നുപോയ പാത പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, കാണുവാനായിട്ട് കഴിയില്ല. അത് മൂടപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടാകുന്നത് നമുക്ക് കാണുവാൻ അറിയും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആ പ്രദേശത്ത് അല്ലെങ്കിൽ ഒരുവൻ പോയ വഴി പിൻപറ്റി പോകാൻ കഴിയാതെ അതിനെ മൂട്ടിക്കളയുന്ന ഒരു കാറ്റ് വരെയുണ്ട്. ആ കാറ്റുള്ളിടത്ത് വലിയവനായ ദൈവം പുതിയൊരു വഴി നമുക്ക് വേണ്ടി തുറക്കും എന്നാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഇവിടെ ആയിരിക്കുമ്പോൾ പ്രഭാതത്തിങ്കൽ നമുക്കറിയാം, മരുഭൂമിയുടെ അനുഭവം എടുത്ത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. മരുഭൂമിയുടെ അനുഭവം വളരെ കഷ്ടത നിറഞ്ഞ അനുഭവമാണ്, അല്ലേ? കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ ആഹാരമില്ല. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പഴയ നിയമ കാലഘട്ടത്തിൽ ഇസ്രായേൽ മക്കൾ മുസ്ലിമിൽ നിന്ന് യാത്ര ചെയ്യുന്ന സാഹചര്യങ്ങൾ നമ്മൾ കാണുവാൻ കഴിയും. വളരെ പെറുപെറുപ്പിന്റെയും ആഹാരമില്ലായ്മയുടെയും കുടിക്കാൻ വെള്ളമില്ലായ്മയുടെയും ഇടസമയങ്ങളിൽ അവർക്ക് മുന്നോട്ട് നയിപ്പാൻ ഒരു നാഥനില്ലാത്തതിന്റെയും അവസ്ഥ അവർ അനുഭവിക്കുന്നത് നമുക്ക് കാണുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ആഹാരമില്ലാതെ അവർ പിറുപിറുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണുവാൻ കഴിയും. ദൈവവുമായി സംസാരിക്കാൻ കയറിപ്പോന്ന സമയത്തും അവിടെ സംഭവിക്കുന്നത്, അവർക്ക് മുന്നോട്ട് നയിപ്പാൻ ഒരുവൻ ഇല്ലാത്തത് കൊണ്ട് അവർ പിന്നെയും എന്ത് ചെയ്യുന്നു, പിന്തിരിഞ്ഞു പോകുന്ന ഒരവസ്ഥ കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പ്രഭാതത്തെങ്കിൽ ഞാൻ പറയട്ടെ, ഈ നാളുകളിൽ പിന്തിരിഞ്ഞു മാറിപ്പോകുന്ന ചില മരുഭൂമിയുടെ അനുഭവം ഉള്ളവരുടെ മേൽ ഇന്ന് പകൽക്കാലം വലിയവനായ ദൈവത്തിന്റെ വലിയൊരു സാന്നിധ്യം വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഈ ദിനങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന അനേക മരുഭൂമിയുടെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തി ജീവിതത്തിന്മേൽ പുതിയ ഒരു വഴി തുറക്കുന്ന ഒരു വർഷക്കാലമാണ് ഈ ഒരു വർഷക്കാലം. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ ആത്മാവിനോട് വ്യക്തമായി പറയുന്നു, ഈ നാളുകളിൽ നിങ്ങൾ പ്രാർത്ഥിക്കപ്പെടുന്ന ചില മരുഭൂമിയുടെ അനുഭവമുള്ള വിഷയങ്ങൾക്ക് നടുവിൽ പുതിയ ഒരു വഴിയെ തുറന്ന് ഇനി എന്തു ചെയ്യുമെന്ന് നമ്മൾ അറിയാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ, ഇനി എന്താണ് എന്റെ മുന്നോട്ടെന്ന് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ, പുതിയ വഴികളില്ല, സാഹചര്യങ്ങളില്ല, നീ എങ്ങനെ പോകുമെന്ന് കരുതുന്ന സാഹചര്യത്തിൽ വലിയവനായ ദൈവം പുതിയ ചില വഴികളെ തുറക്കുവാൻ ശക്തനാണ്. ആ ദൈവം പുതിയ വഴികളെ നമുക്ക് വേണ്ടി തുറക്കുവാനായിട്ട് ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പ്രാർത്ഥനയോട് കൂടി യാചിക്കുക. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവിടെ കാണപ്പെടുന്നത്, ഇസ്രായേൽ മക്കൾ മരുഭൂമി കൂടെ നടന്നു പോകുമ്പോൾ അവർക്ക് ആഹാരമില്ല, അവർക്ക് ഇറച്ചിയില്ല, അവർക്ക് കുടിപ്പാൻ വെള്ളമില്ല. ഇങ്ങനെ നടന്നു പോകുന്ന സാഹചര്യത്തിൽ പല പെറുപെറുപ്പുകളും ദൈവത്തോടും മോശയോടും അവർ പെറുപെറുക്കുമ്പോൾ, എന്തിന് ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു? ഇവിടെ കിടന്ന് മരിക്കുവാനാണോ? എന്തിന് ഞങ്ങളെ കൊണ്ടുവന്നു? ഞങ്ങൾ അവിടെ ജോലി ചെയ്ത് ഞങ്ങൾ സന്തോഷത്തോടു കൂടി ആഹാരം കഴിച്ച് ഞങ്ങൾ അവിടെ ഇരിക്കത്തില്ലായിരുന്നു എന്ന് ചോദിച്ച സാഹചര്യങ്ങൾ എന്തുണ്ട്? ദൈവസന്നിധിയിൽ മോശയോട് മിസ്രയീം നിന്ന് ചോദിച്ചാൽ ഇസ്രായേൽ മക്കൾ ചോദിച്ച ഒരു സാഹചര്യം നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് അന്നേരവും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവരെ ചിലത് കാണിക്കേണ്ടത് എനിക്ക് ആവശ്യമാണ്. ചില അനുഭവങ്ങൾ കൂടി ഇവർ കടന്നു പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്തുകൊണ്ടെന്നറിയാമോ? 40 സംവത്സരം മരുഭൂമിയുടെ യാത്ര ഇവർക്ക് കൊടുക്കുന്നതിന്റെ കാര്യം ഇവരെ ഒന്ന് പുതുക്കിയെടുക്കുവാൻ വേണ്ടി, ഇവരെ ചില പുതിയതാക്കി എടുക്കുവാൻ വേണ്ടിയാണ് ചില മരുഭൂമിയുടെ അനുഭവത്തിൽ കൂടെ വലിയവനായ ദൈവം അവരെ കടത്തിവിട്ടത്. എന്നാൽ അവർ വിശന്നിരുന്ന സമയത്ത് അവർ നിലവിളി ദൈവം കേട്ടത് അവർക്ക് ആവശ്യമുള്ള മന്ന കൊടുക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അവർക്ക് ആവശ്യമുള്ള ഇറച്ചി കൊടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. കുടിപ്പാൻ വെള്ളമില്ലാതെ മാറയായിരുന്ന സമയം, മാറയിൽ ചെന്നപ്പോൾ മാറയിലെ വെള്ളം കയ്പായിരുന്നപ്പോൾ അത് മധുരിക്കുന്ന വെള്ളമായി കൊടുക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ പിന്നീട് വായിച്ചങ്ങോട്ട് നോക്കുമ്പോൾ വലിയവനായ ദൈവത്തിന്റെ തേജസ് മരുഭൂമിയിൽ വെളിപ്പെടുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പലപ്പോഴും ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾ അവർ മരുഭൂമിയുടെ അനുഭവത്തിൽ കൂടെ കടന്നുപോയപ്പോൾ കാണുവാനായിട്ട് ഇടയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, മരുഭൂമിയുടെ അനുഭവത്തിൽ
ആയിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ ഇന്ന് പകൽക്കാലം അനേക ദൈവ പ്രവൃത്തി കാണുവാൻ, ദൈവ തേജസ് കാണുവാൻ, മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ ദിവസങ്ങളിൽ ഈ വർഷങ്ങളിൽ കാണുവാൻ വലിയവനായ ദൈവം നിങ്ങളെ ഇടയാക്കി തീർക്കും. മരുഭൂമിയുടെ അനുഭവമെങ്കിലും ദൈവസ്ഥ വളരെ ശക്തമായ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുക. മരുഭൂമിയുടെ അനുഭവത്തിൽ പിറുവിറുക്കരുത്, പിന്നോക്കം തിരിഞ്ഞു പോകരുത്, പിന്നോട്ട് തിരിഞ്ഞു നോക്കരുത്. ദൈവസ്ഥനിൽ വളരെ വിശ്വസ്തയോടുകൂടി നിൽക്കുക. ദൈവം എന്നെ ചിലത് കാണിക്കുന്ന ദൈവമാണ്, ദൈവം എനിക്ക് വേണ്ടി ചിലത് ചെയ്യുന്ന ദൈവമാണ്, ചിലതിനെ ദൈവം മാറ്റുന്നത് വർഷമാണ്, ചിലത് എനിക്ക് വേണ്ടി തുറക്കപ്പെടുന്ന ഒരു വർഷമാണ്. പ്രൈസ് ദി ലോർഡ്. മരുഭൂമിയുടെ അനുഭവത്തിൽ ആയിരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം ചില പ്രയാസങ്ങൾ ഉണ്ടായിരിക്കും, ഇപ്പം ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും, എങ്കിലും അതിന്റെയൊക്കെ നടുവിലും പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് പ്രൈസ് ദി ലോർഡ് നമ്മളെ വിളിച്ച ദൈവം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ പ്രയാസത്തിന്റെ നടുവിൽ കൂടെ കടന്നു പോകുമ്പോഴും മരുഭൂമിയിൽ നമുക്ക് പുതിയൊരു വഴി തുറക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. പുതിയൊരു വഴി, ഈ വഴിയെക്കുറിച്ച് പറയുമ്പോൾ എന്റെ ഹൃദയത്തിലേക്ക് പെട്ടെന്ന് ഓടി വന്ന ദൈവം എനിക്ക് തന്ന ഒരു കാര്യമാണ്. ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് കടത്തിക്കൊണ്ട് പോകുന്ന സമയത്ത് മരുഭൂമിയുടെ അനുഭവത്തിൽ അവർ കടന്നു വരുമ്പോൾ, ചെങ്കടലിന് മുൻപിൽ ചെല്ലുമ്പോൾ ഇനി എന്തു ചെയ്യുമെന്നറിയാതെ അവർ പിന്തിരിഞ്ഞ് ഫറവോനും കൂട്ടരും വെടുത്ത് നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. മുസ്ലിം സൈന്യങ്ങൾ കയറി വരുമ്പോൾ അവർ പിന്തിരിഞ്ഞു നോക്കി, ഇനി ഞങ്ങൾ എന്ത് ചെയ്യും, ഇനി എന്താണ് ഞങ്ങളുടെ അടുത്തത്, ഞങ്ങളുടെ മരണം എന്താണ്, മരണത്തെ മുൻപിൽ കണ്ടുകൊണ്ട് മിസ്രയീം മുന്നോട്ട് കയറി വരുമ്പോൾ ഇനി ഞങ്ങൾ എന്ത് ചെയ്യുമെന്നറിയാതെ മരിക്കുവാൻ, അല്ലെങ്കിൽ ഞങ്ങൾ മരിക്കാൻ വേണ്ടിയാണോ ഞങ്ങളെ അവിടെ മിസ്രയീമിൽ നിന്ന് ഇവിടോട്ട് കൊണ്ടുവന്നത്, ഈ മരുഭൂമിയിൽ കൊണ്ടുവന്നതെന്നോ മോശയോട് തന്റെ മക്കൾ ചോദിക്കുന്നത് കാണുന്നുണ്ട്. എന്നാൽ അവിടെയും ദൈവത്തിന്റെ ആത്മാവ് മോശയോട് പറയുന്നത്, നീ ഭയപ്പെടണ്ട, നീ പേടിക്കണ്ട, നിന്റെ വടിയെടുത്ത് ചെങ്കടലിന് നേരെ കൈനീട്ട് അതിനെ രണ്ടായി പിളർന്നു ഉണങ്ങിയ നിലത്തൂടെ പുതിയ ഒരു വടി, ഒരുവനും കാണാത്ത, ഒരുവനാലും ചിന്തിക്കപ്പെടാത്ത, ഒരുവനാലും ഒരു കാരണവശാലും ഒരിക്കലും ഒരു ഹൃദയത്തിൽ തോന്നാത്ത പുതിയ ഒന്നിനെ ദൈവം തുറക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ ദിവസങ്ങളിൽ ഞാൻ പറയട്ടെ, വലിയവനായ ദൈവം നമുക്ക് വേണ്ടി പുതിയൊരു വഴി തുറക്കും. ഞാൻ ഉറപ്പുള്ള വിശ്വാസത്തോടു കൂടി നിന്ന് പറയാൻ എനിക്കൊരു അനുഭവസ്ഥനാണ്. കാരണം നിങ്ങൾക്ക് പലർക്കും അറിയാം, എൻ്റെ മുന്നിൽ ഇനി ഞാൻ എന്തു ചെയ്യുമെന്നറിയാതെ നിന്ന ഒരു സാഹചര്യങ്ങൾ എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കറിയാം, എൻ്റെ രണ്ടാമത്തെ കുഞ്ഞ് എനിക്കുണ്ടായ സാഹചര്യത്തിൽ ആ സമയത്ത് വളരെയേറെ പ്രയാസത്തിലും വളരെയേറെ ഞെരുക്കത്തിലും ഞാനായിരുന്നു. ഒരു സമയവും കാലഘട്ടവും എനിക്കുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. 4-5 മാസങ്ങൾക്ക് പിൻപിൽ ചിന്തിച്ചാൽ വളരെയേറെ പ്രയാസത്തിൽ ഞാൻ കടന്നുപോയി. ഞാൻ ആശുപത്രിയിൽ കടന്നു പോകുമ്പോൾ എൻ്റെ കയ്യിൽ വെറും 3000 രൂപയും കൊണ്ടാണ് ഞാൻ കടന്നുപോയത്. അവിടെ ചെന്ന് കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ ആയി, കുഞ്ഞിന് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിന് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് രാത്രി 12:30, 2:30, 1 മണിയായ സമയത്ത് ദൈവസനിൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവം ഇനി എന്താണ് എൻ്റെ മുന്നോട്ടുള്ളത് എന്നറിയാത്ത രീതിയിൽ ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ വലിയവനായ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഇനി എന്ത് ചെയ്യുമെന്ന്, അല്ലെ മുന്നോട്ട് എങ്ങനെ പോകുമെന്ന് അറിയാതിരുന്ന സ്ഥാനത്ത് വലിയവനായ ദൈവം ഞങ്ങൾക്ക് വേണ്ടി അനേക വഴികളെ, അനേക വാതിലുകളെ തുറക്കുവാനായിട്ട് ഇടയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു 3 മാസക്കാലം കുഞ്ഞുമായി ആശുപത്രിയിൽ ഞങ്ങൾ ഇരുന്നപ്പോൾ ഇനി എന്ത് ഇനി എങ്ങനെ എന്ന് ഞങ്ങൾ ആലോചിച്ചിരുന്ന സമയങ്ങളിൽ ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഞങ്ങൾക്ക് വേണ്ടി ദൈവം, വലിയവനായ ദൈവം ചില വഴികളെ തുറന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അത് അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനി എന്തെന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്ന നേരത്ത്, ഇനി എന്ത് ചെയ്യുമെന്ന് നമ്മൾ ആലോചിച്ചിരിക്കുന്ന നേരത്ത് വലിയവനായ ദൈവം ചില പുതിയ വഴികളെ നമുക്ക് വേണ്ടി തുറക്കുവാനായിട്ട് ഇടയായിത്തീരും. നമ്മൾ പോലും വിചാരിക്കാത്ത, നമ്മൾ പോലും കരുതുകയില്ലാത്ത ചില വഴികളെ നമുക്ക് വേണ്ടി ദൈവം തുറക്കുവാനായിട്ട് ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെയേറെ പ്രയാസമായിരുന്നു. ചെന്ന സമയം മുതൽ ഒരു മാസത്തോളം ആദ്യം എന്ത് ചെയ്തു, അവനെ വെന്റിലേറ്ററിൽ ഇടുവാനായിട്ട് ഇടയായിത്തീർന്നു. സ്കാനിങ്ങുകൾ, കാര്യങ്ങൾ ഓരോന്നിനായി മുന്നോട്ട് കടന്നു പോയിക്കൊണ്ടിരുന്ന ഓരോ ദിവസങ്ങളിലും എന്ത് ചെയ്യുമെന്നറിയാതെ വളരെയേറെ പ്രയാസത്തിലായിരുന്നു. ദൈവം കൂട്ടായി തന്ന ദാസിയാണെങ്കിലോ ഓപ്പറേഷൻ കഴിഞ്ഞു, 4-ാം പൊക്കം, അവൾ മെഡിക്കൽ കോളേജിൽ നിന്ന് നേരെ ഡിസ്ചാർജ് ആയി കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ആശുപത്രിയിലേക്കാണ് കടന്നു വരുന്നത്. അവിടെയും ദൈവം, വലിയവനായ ദൈവം തന്റെ മകളെയും നിർത്തി. ഇനി ആര് കുഞ്ഞിന് കൂട്ടിരിക്കും? എൻ്റെ അമ്മയുണ്ട്, എൻ്റെ മകളുടെ അമ്മയൊക്കെ ഉണ്ടെങ്കിലും അവരൊക്കെ നോക്കുന്നതിലും ഉപരിയായി നല്ല രീതിയിൽ കുഞ്ഞിനെ ദൈവം തന്നിടത്തോളം നോക്കുവാൻ വലിയവനായ ദൈവം തന്റെ മകളെ ഇടയാക്കി. ഡെലിവറി കഴിഞ്ഞ് അതിന്റെ ശുശ്രൂഷകൾ ഒന്നും, അല്ലെങ്കിൽ അതിൻ്റെ ആയിട്ടുള്ള റെസ്റ്റുകൾ ഒന്നും എടുക്കാതെ
കുഞ്ഞിനെ നോക്കുവാനായി തന്റെ മകളും ഒരുക്കപ്പെട്ടു. ആ സമയങ്ങളിൽ അവർക്ക് പ്രയാസങ്ങളില്ല, അവർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളില്ല, വേദനകളില്ല. ദൈവം അവളെ ബലപ്പെടുത്തി. കുഞ്ഞുള്ളിടത്തോളം കാലം കുഞ്ഞിനെ നല്ല രീതിയിൽ നോക്കുവാൻ, രാത്രി സമയങ്ങളിൽ ഉറക്കമില്ലാതെ കുഞ്ഞിനെ നോക്കുവാനായിട്ട് കർത്താവ് ഇടയാക്കി തീർന്നു. എന്നാൽ ആ സമയങ്ങളിലും പലപ്പോഴും എനിക്ക് 3-3.5 ലക്ഷം രൂപ അടുത്ത് എന്തുണ്ട് എന്റെ കയ്യിൽ നിന്ന് കുഞ്ഞിന്റെ കാര്യത്തിൽ ചിലവായിട്ടുണ്ട്. പക്ഷേ വെറും 3000 രൂപയും കൊണ്ട് കടന്നുപോയ ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് മുന്നോട്ട് നോക്കി നിന്ന സ്ഥാനത്ത് ഞാൻ പോലും അറിയാത്ത പല കരങ്ങളിലൂടെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചുവെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുന്ന നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി പറയുന്നു, നീ ഒരിക്കലും വിചാരിക്കാത്ത, നിങ്ങൾ ഒരിക്കലും കരുതുകരാത്ത ചില പുതിയ വഴികളെ, ചില കരങ്ങളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. കരുത്തുതോടിന്റെ വക്കിൽ നിൽക്കുമ്പോഴും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാക്ക അവൻ ആഹാരമായി എത്തിയെങ്കിൽ നിന്റെ മുന്നിൽ വലിയവനായ ദൈവം ചിലതിനെ കൊണ്ടുവരുന്ന പുതിയ വർഷമാണിത്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഈ ദിനങ്ങൾ നിങ്ങൾ ശക്തമായി പ്രാർത്ഥിച്ചു. ചിലതിന്മേൽ വലിയവനായ ദൈവം പ്രവർത്തിക്കുന്ന ദിവസങ്ങളാണ് ഈ മാസങ്ങളിൽ, ഈ ദിവസങ്ങളിൽ വലിയവനായ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചിലത് പ്രവർത്തിക്കുന്ന ഒരു ദിവസമാണ്. കാരണം നമ്മൾ ഇനി എന്ത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാതെ, ഇനി എന്താണെന്ന് അറിയാതെ നമ്മൾ നിൽക്കുന്ന, നമ്മൾ പോലും പ്രതീക്ഷിക്കാത്തവർ ചില വഴികൾ വലിയവനായ ദൈവം നമുക്ക് വേണ്ടി തുറക്കുവാനായിട്ട് ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവിൻ നിറവിൽ ഞാൻ പറയട്ടെ, ഇസ്രായേൽ മക്കൾ ചെങ്കടലിന്റെ മുന്നിൽ ചെന്ന് നിൽക്കുന്ന സമയത്ത് മിസ്രൈം സൈന്യം പുറകെ കടന്നു വരുന്നത് കണ്ടിട്ട് ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്തിന് ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു? ഞങ്ങൾ അവിടെ കിടന്ന് മരിക്കുമായിരുന്നു. ഈ വെറും ഭൂടിയിൽ അല്ലെങ്കിൽ ഈ മരുഭൂമിയിൽ മരണപ്പെടുവാൻ വേണ്ടിയാണോ ഞങ്ങളെ കൊണ്ടുവന്ന എന്ന് ചോദിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പറയട്ടെ, ഇന്ന് പ്രഭാതത്തിങ്കൽ വലിയവനായ ദൈവ സന്നിധിയിൽ എന്ന് പറയട്ടെ, ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് പലപ്പോഴും നമ്മളും ചോദിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതുപോലൊരു അവസ്ഥ കടന്നു വരുമ്പോൾ, ദൈവമേ എന്തിനാണ് എന്നെ ഇങ്ങനെ കൊണ്ടുവന്നത്? എന്തിനാണ് എനിക്ക് ഇങ്ങനെ സാഹചര്യങ്ങൾ തന്നത്? എന്തിനാണ് എനിക്ക് ഈ പ്രതികൂലങ്ങൾ തന്നത്? എന്തിനാണ് ഈ പ്രയാസങ്ങൾ തന്നത്? എന്തിനാണെന്നറിയാമോ? ചിലതിനെ പണിയുവാനായി, നിന്നെ ഒന്ന് ഒരുക്കി എടുക്കുവാനായി നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. ഇന്ന് ചിലതിനെ കണ്ടെങ്കിൽ മാത്രമേ നിന്റെ മുന്നോട്ടുള്ള യാത്ര മധ്യ നീ ബലത്തോടുകൂടി, ഉറപ്പോടുകൂടി ആ മരുഭൂമിയുടെ അനുഭവത്തിൽ നിനക്ക് നിൽക്കുവാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് ചില അവസ്ഥകൾ നിനക്ക് തരുന്നത്. ഈ അവസ്ഥ ദിനവും പ്രതി ഈ വർഷക്കാലം നിന്റെ ആയുസ്സിന് അന്ത്യത്തോളം നിനക്കുള്ളതല്ല. അതിൽ നിന്ന് വലിയൊരു വിടുതൽ നിനക്കുണ്ട്. ചില അത്ഭുതങ്ങളെ നിന്നെ കാണിക്കുവാൻ വേണ്ടിയായിരുന്നു ചെങ്കടലിന്റെ മുന്നിൽ ഞാൻ കൊണ്ടുവന്ന് നിർത്തിയത്. പ്രൈസ് ദി ലോർഡ്. ചെങ്കടലിന്റെ മുന്നിൽ നിൽക്കുന്ന അനുഭവത്തിൽ നിൽക്കുന്ന ഒരു ദൈവത്തിന്റെ ആത്മാവ ഇന്ന് പ്രഭാതത്തിങ്കൽ പറയുന്നു, ഈ ചെങ്കടലിന്റെ മുന്നിൽ നിന്ന്, മരുഭൂമിക്കും ചെങ്കടലിന് നടുക്ക് നിൽക്കുന്ന, ഈ മധ്യഭാഗത്ത് നിൽക്കുന്ന, നീ എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുന്ന അനുഭവം നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവം നിന്നെ കൊണ്ടുവന്നതിന് വ്യക്തമായിട്ടൊരു ഉദ്ദേശമുണ്ട്. എന്തെന്നറിയാമോ? ഇനി മുന്നോട്ടുള്ളത് എന്തെന്ന് നീ ചിന്തിക്കുമ്പോൾ, നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന് നടുവിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു വഴി നമുക്ക് വേണ്ടി തുറക്കുവാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഹല്ലേലൂയ. പിന്നിൽ വരുന്ന മിസ്രൈം സൈന്യത്തെ കണ്ട് എന്ത് ചെയ്യരുത്? ഭയപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്, നമ്മളെ വിളിച്ച ദൈവം നമുക്ക് വേണ്ടി ഒരു വഴി തുറക്കുമെന്ന്, അവൻ നമുക്ക് വേണ്ടി ചിലത് ചെയ്യുമെന്ന വിശ്വാസത്തോടു കൂടി നമ്മൾ നിൽക്കണം. പിമ്പിലേക്ക് തിരിഞ്ഞു നോക്കി പിമ്പിൽ കൂടെ കടന്നു വരുന്ന മിസ്രൈമിനെയും അവന്റെ സൈന്യത്തെയും രഥങ്ങളെയും കുതിരകളെയും പടയാളികളെയും കണ്ട് പേടിച്ച് വിറച്ച് ദൈവത്തോട് പെറുപെറുക്കാനല്ല, നിന്റെ മുൻപിൽ വലിയവനായ ദൈവം നിനക്ക് തുറന്നു തരുന്നതിനെ കാണത്തക്കവണ്ണം ഇന്ന് പകൽക്കാലം ചില കണ്ണുകളെ ദൈവാത്മാവിൽ തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഉടരവ ശംധന രഗധിക മരാരക ശൈഖമനഗടലഗടക സിയാദരക. ഈ നാളുകൾ പിൻപറ്റി വരുന്ന ചില ഫറവോന്റെ ചില തന്ത്രങ്ങളെ, ഫറവോന്റെ ചില മേഖലകളെ ഇന്ന് പകൽക്കാലം വലിയവനാദയും ഉടയ്ക്കുന്ന ദിവസമാണ്. ഇന്ന് ചിലതിനെ തകർക്കുന്ന ദിവസമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവകരത്തിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ചില ഫറവോന്റെ സാന്നിധ്യമുള്ളത്, ചില ഫറവോന്റെ ഹൃദയമുള്ളത്, ചിലതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം അതിന്റെ ആ ഫറവോന്റെ സ്വഭാവത്തെ, ആ രീതികളെ ഉടയ്ക്കുന്ന ഒരു പകൽക്കാലമാണ്. പ്രൈസ് ദി ലോർഡ്. ചില ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ മുക്കിക്കളഞ്ഞതുപോലെ ചില ഫറവോനെയും സൈന്യത്തെയും ഈ ദിവസങ്ങളിൽ ചെങ്കടലിൽ മുക്കിക്കളയുന്ന ഒരു ദിവസമാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇസ്രായേൽ മക്കൾ അവിടെ ഇനി എന്ത് ചെയ്യുമെന്ന്, മരുഭൂമിയിൽ അവരിനി എന്ത് ചെയ്യുമെന്നറിയാതെ ചെങ്കടലിന് മുന്നിൽ നിൽക്കുമ്പോൾ വലിയവനായ ദൈവം പുതിയ ഒരു വഴി ചെങ്കടലിൽ കൂടെ അവർക്ക് തുറക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പോലും വിചാരിക്കാത്തൊരു വഴിയാണ്. ഇനി എന്ത് ചെയ്യും? ചെങ്കടൽ കടന്നു പോകണമെങ്കിൽ നമ്മുടെ മാനുഷിക നില നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ പറയും, എന്താണ്, ഒരു വള്ളമോ ബോട്ടോ എന്തെങ്കിലും നമുക്ക് അവിടെ വേണമെന്ന് പറയും. ഇതൊന്നുമില്ല. ഒരു മനുഷ്യനാലും ചിന്തിക്കപ്പെടാതെ അനേക ആഴങ്ങളുടെ നടുവില് അനേക മൃഗങ്ങൾ, അനേക മത്സ്യങ്ങളും അനേക മനുഷ്യനെ വിഴുങ്ങിക്കളയുന്ന അനേകം
മത്സ്യങ്ങൾ അതിന്റെ ഉള്ളിൽ കിടക്കുമ്പോൾ അതിന്റെ നടുവിൽ കൂടെ ബലിവനാദ്യം അവർക്ക് വേണ്ടി ഒരു വഴി തുറക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. പ്രീസ് ലോർഡ്. വെറുതെയുള്ള ഒരു വഴിയല്ല. ദൈവം എന്ത് ചെയ്തു? അവർ സൃഷ്ടിച്ച ആ ദൈവത്താൽ നിർമ്മിതമായ ചില കിഴക്കൻ കാറ്റുകളെ വീശി അതെന്ത് ചെയ്തു? രണ്ടായിട്ട് പിളർന്നു. ഒരു മതിൽ, രണ്ട് മതിൽ പോലെ അവരുടെ ഇടത്തും വലത്തും എന്ത് ചെയ്തു? ആ ചെങ്കടൽ രണ്ടായിട്ട് നിൽക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. പ്രൈസ് ലോർഡ്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ചില പ്രതികൂലങ്ങള്, ചില പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ചില കിഴക്കൻ കാറ്റുകളെ ദൈവം അടച്ച് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന പ്രതികൂലത്തെ ദൈവം എന്തായി? രണ്ടായിട്ട് മാറ്റി നിർത്തുവാനായിട്ട് ഇടയായിത്തീരും. അതിന്റെ നടുവിലൂടെ ഉണങ്ങിയ നിലത്തുകൂടെ തന്റെ മക്കൾ കടന്നു പോയതുപോലെ പ്രൈസ് ലോർഡ്, ഈ ദിവസങ്ങളിൽ ചില പ്രതികൂലങ്ങൾ മുന്നിൽ തടസ്സമായി നിൽക്കുന്നതിനെ രണ്ടായി പിളർത്തിക്കൊണ്ട് ചില ഉണങ്ങിയ നിലത്തൂടെ നടക്കുമാറ് വലിയവനായ ദൈവം ചില ദൈവ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുന്ന ഒരു ദിവസമാണ്. പ്രൈസ് ലോർഡ്. സ്തോത്രം. അതിനായി ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു, ചില ഫറവോന്റെ അടിമത്തത്തിൽ കിടക്കുന്ന ചിലതിനെ ഈ ദിവസങ്ങളിൽ, ഈ നാളുകളിൽ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തി ജീവിതങ്ങളുണ്ട്. ചിലർ കണ്ണീരോടുകൂടി, മുഴങ്കാലുകൊടുകൂടി നിങ്ങളുടെ മുറികളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവാത്മാവിനോട് പറയുന്നു, ആ വിഷയങ്ങളുടെ നടുവിൽ ഈ ദിവസങ്ങളിൽ ബലിവനാധികം വലിയൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്ന ദിവസമാണ്. പ്രൈസ് ലോർഡ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഫറവോനെയും സൈന്യത്തെ മുക്കിക്കളയുന്ന ഒരു ദിനമാണ്. പ്രൈസ് ലോർഡ്. എന്നോട് ശക്തമായി പറയുന്നു, ചില തലമുറകൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടതുപോലെ പലപ്പോഴും മോശ ചെന്ന് ഫറവോനോട് പറയുമ്പോൾ ഫറവോൻ വിട്ടുതരാമെന്ന് പറഞ്ഞിട്ടും അവൻ വിട്ടുകൊടുക്കാതെ പിടിച്ചു വെച്ചതുപോലെ, വിട്ടുകൊടുത്തതിന് ശേഷവും പിന്നെയും പുറകെ പോയതുപോലെ നഷ്ടപ്പെട്ടു പോയ ചിലതിനെ ഈ ദിവസങ്ങളിൽ നേടിയെടുക്കുന്ന ചിലർ പകലാണ്. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ പ്രാർത്ഥിക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, എന്താണ്? നിനക്ക് വേണ്ടി പുതിയൊരു വഴിയെ തുറക്കും. ആ ഫറവോന്റെയും സൈന്യത്തെയും ചെങ്കടലിൽ മുക്കിക്കളഞ്ഞതുപോലെ ഈ ദിവസങ്ങളിൽ അതിനെ മുക്കിക്കളഞ്ഞതുകൊണ്ട് നിനക്ക് വേണ്ടിയുള്ളതിനെ, ദൈവത്തിനുള്ളതിനെ ദൈവം തെരഞ്ഞെടുക്കുന്ന ഒരു ദിവസമാണ്. പ്രൈസുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ശക്തമായി പ്രാർത്ഥിച്ചു. അനേകരെ 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 ഫറവോന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ, ഫറവോന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ, ഫറവോന്റെ കാഠിന്യ ഹൃദയത്തിൽ പിടിച്ചു വെച്ചിരിക്കുന്ന പോലെ ചില കാഠിന്യമായിരിക്കുന്ന ഹൃദയങ്ങളിൽ നിന്നും ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന ചില വ്യക്തികളെ ദൈവസ്ഥനിലേക്ക് കൂട്ടിവരുത്തുവാൻ വലിയവനായ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. നിങ്ങളുടെ ഈ ദിവസങ്ങളിൽ നടക്കുന്ന ഒരു പകലാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതിനായി ഏൽപ്പിച്ചു കൊടുത്തു. ചിലർ മേൽ വലിയവനായ ദൈവം ആ ഒരു ഗിഫ്റ്റിനെ പകരുകയാണ്. ആ ഒരു വിളിയുണ്ട്. ആ വിളിയുള്ള വ്യക്തി ജീവിതങ്ങളിൽ വലിയവനായ ദൈവം എന്ന് പകരുകയാണ്. അതിനെ ചിലതിനെ തിരഞ്ഞെടുക്കുവാൻ, ചിലതിനെ വലിച്ചെടുക്കുവാൻ, ഫറവോന്റെ കയ്യിൽ നിന്ന് ചിലതിനെ വലിച്ചെടുക്കുവാൻ, ചിലതിനെ ചെങ്കടലിലേക്ക് എറിഞ്ഞു കളഞ്ഞ് അതിനെ മുക്കിക്കളയുവാൻ വലിയവനായ ദൈവം ഇന്ന് പകൽക്കാലം വ്യക്തമായി നിങ്ങളോട് പറയുന്നു. നമ്മൾ ഉപേക്ഷിക്കേണ്ടത് ചിലതിനെ ഉപേക്ഷിക്കുക. ചെങ്കടലിൽ മുക്കിക്കളയേണ്ടതിനെ, ഫറവോന്റെ സ്വഭാവ രീതികൾ ഇന്ന് പകൽക്കാലം ഇതിലായിരിക്കുന്ന ആരിലും വ്യക്തി ജീവിതങ്ങളുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? ഫറവോന്റെ സ്വഭാവത്തെ ചെങ്കടലിൽ മുക്കിക്കളയണം. പ്രൈസ് ലോർഡ്. എന്നാൽ ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്തു? ഉണങ്ങിയ നിലത്തൂടെ അവർ മുന്നോട്ട് കടന്നു പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഉണങ്ങിയ നിലത്തൂടെ അവർ കടന്നു പോകുമ്പോൾ എൻ്റെ ഒരു ഇമാജിനിൽ ഞാൻ പറയട്ടെ, ഒരിക്കലും ഒരു മനുഷ്യൻ, നമുക്കറിയാം, അല്ലെങ്കിൽ പടിഞ്ഞാറൻ സൈഡിലൊക്കെ താമസിക്കുന്ന വ്യക്തിജീവങ്ങൾക്കറിയാം, ഈ കായലിൽ നിന്നൊക്കെ ആണെങ്കിലും മണൽ വാരിയാലും എന്ത് വാരി കരക്കിട്ടാലും ഇത് ഉണങ്ങി വരാൻ എത്ര ദിവസം എടുക്കും? കുറഞ്ഞത് ഒരു 2-3 ദിവസമെങ്കിലും എടുക്കും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആ ഇസ്രായേൽ മക്കൾ കടന്നു പോകുമ്പോൾ അവരുടെ കാലൊന്നും തെന്നിപ്പോകാതെ, ആ ചെളിയിൽ ചവിട്ടാതെ, അവരുടെ വിശുദ്ധതയോടുകൂടി നിൽക്കേണ്ടത് എന്ത് ചെയ്തു? ആ ചേറിനെ വരെ ഏറ്റവും അടിത്തട്ടുവരെയും ഉണങ്ങിയ നിലമാക്കിയെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അനേക ജീവൻ എടുത്ത ഒരു ചെങ്കടല അല്ലേ? അനേകരെ വലിച്ചു താത്തൊരു ചെങ്കടല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആ ചെങ്കടലിൽ തന്റെ മക്കൾ കടന്നു വന്നപ്പോൾ വലിയവനായ ദൈവം ഒരു വഴി തുറന്നപ്പോൾ അനേകർ പട്ടുപോയെടുത്തൂടെ, ഉണങ്ങിയ നിലത്തൂടെ ദൈവം നടത്തിയെങ്കിൽ ഇന്ന് പകലിൽ ഞാൻ പറയട്ടെ, ആ ചെങ്കടലിന്റെ അനുഭവത്തിൽ നിൽക്കുമ്പോൾ അനേകർ ഈ സാഹചര്യത്തിൽ വന്ന് പട്ടുപോയെങ്കിലും ഇന്ന് പകൽക്കാലം വലിയവനായ ദൈവം നമ്മളെ നടത്താൻ ശക്തനായവനാണ്. അവൻ നമുക്ക് വേണ്ടി തുറക്കുന്ന വഴിയിൽ നമ്മൾ മുന്നോട്ട് കാലെടുത്ത് വെക്കുമ്പോൾ തെന്നി വീഴാതെ, ചേറിൽ നിൽക്കുന്ന അവസ്ഥയുണ്ടാകാതെ, അല്ലെങ്കിൽ ഹീനതയുണ്ടാകാതെ വലിയവനായ ദൈവം മുന്നോട്ട് നടത്താൻ വേണ്ടി ഉണങ്ങിയ നിലത്തൂടെ തന്റെ ദൈവജനത്തെ നടത്തിയതുപോലെ ചിന്നിയ ഉണങ്ങിയ വഴികളിൽ കൂടെ, നല്ല പാതകളിൽ കൂടെ നടത്തുന്ന വർഷമാ. പ്രൈസ് ദി ലോർഡ്. വർഷത്തിന്റെ ദിവസങ്ങളിൽ നിങ്ങൾ ശക്തമായി പ്രാർത്ഥിച്ചു. ഇനി മുന്നോട്ട് എന്ത് ചെയ്യുമെന്നറിയാതെ, പ്രൈസ് ദി ലോർഡ്, ദൈവാത്മാവ് എന്നോട് പറയുന്നു, മുന്നോട്ട് ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ പേടിച്ചു നിൽക്കുന്ന സാഹചര്യം, ഭയപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു,
ദൈവം അറിയിച്ച, ദൈവം ഒരുക്കിയ വഴികൾ കൂടി ഭയമില്ലാതെ മുന്നോട്ട് പൊക്കോളുക. കാലെടുത്ത് മുന്നോട്ട് വെച്ച് ഈ ദിവസങ്ങളിൽ യാത്ര തുടങ്ങുക. വലിയവനായ ദൈവം പിൻപിൽ വരുന്നതിനെ നീ നോക്കണ്ട. ദൈവം പറഞ്ഞ വഴിയിൽ കൂടെ മുന്നോട്ട് കടന്നു പോക്കൂ. പിൻപിൽ വരുന്നതിനെ ചെങ്കടലിൽ മുക്കിക്കളയാൻ ശക്തനായവനാണ്. അവനാണ് പറയുന്നത് ഈ ദിവസങ്ങളിൽ മുന്നോട്ട് കടന്നു പോക്കോളാൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവാത്മാവ് പറയുന്നു, ദിവസങ്ങളിൽ മടിച്ചു നിൽക്കരുത്. നിന്റെ മുന്നിൽ തുറന്ന വഴികൾ കൂടെ എന്ത് ചെയ്യണം? മുന്നോട്ട് യാത്ര ചെയ്ത് തുടങ്ങണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എന്നാൽ ഇസ്രായേൽ മക്കൾ ആ ചെങ്കടലിന്റെ നടുവിലിട്ട് ഇറങ്ങിയപ്പോൾ അവർ ഇരു സൈഡിൽ നോക്കുമ്പോൾ അനേകം മത്സ്യങ്ങളെ കാണാം. കടലിന്റെ ഉൾത്തട്ടുകളിൽ, അടിത്തട്ടുകളിലുള്ള അനേകം മത്സ്യങ്ങളെ, മനുഷ്യനെ പിടിച്ച് തിന്നത്തക്ക വിധത്തില് മനുഷ്യനെ പിടിക്കുവാനും കടിക്കുവാനും കഴിക്കാനും അല്ലെ തിന്നുവാനുമുള്ള അനേക മത്സ്യങ്ങൾ അതിന്റെ അടിത്തട്ടുകളിൽ കാണും. അവരൊക്കെ നോക്കി നിന്നതല്ലാതെ ഒരു ദൈവജനത്തിന്റെ മേൽ തൊടുവാൻ ദൈവം തുറന്ന വഴിയിൽ കൂടെ കടന്നു പോയപ്പോൾ ഒരുവന് പോലും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഒരുവനെ പോലും തൊടുവാൻ ദൈവം ഇടയാക്കിയില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. വലിയവനായ ദൈവം നമുക്ക് വേണ്ടി തുറക്കുന്ന വഴി, മരുഭൂമിയുടെ അനുഭവത്തിൽ നിൽക്കുമ്പോൾ മരുഭൂമിയിൽ നമുക്ക് വേണ്ടി തുറക്കുന്ന വഴി അതുപോലെയാ. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി തുറന്ന വഴിയെ നിങ്ങൾ നോക്കി. ഒരു രാത്രി മുഴുവൻ അവർ ചെങ്കടലിനെ കടന്ന് അക്കരെ കടന്നപ്പോൾ വലിയവനായ ദൈവം അവരോട് പറഞ്ഞത് എന്താണ്? ചെങ്കടലിന് അക്കരെ കടന്നു കഴിഞ്ഞപ്പോൾ അവരോട് തിരിഞ്ഞു നോക്കാൻ വേണ്ടി പറഞ്ഞു. മോശയോട് എന്താ പറഞ്ഞേ? നിങ്ങൾ നോക്കുക, ഫറവോനും സൈന്യവും കടന്നു വരുന്നുണ്ട്. നീ ചെങ്കടലിൽ നേരെ കൈ നീട്ടുക, അവനിന്റെ പിൻപറ്റി വരുന്നതിനെ എന്ത് ചെയ്യും? ചെങ്കടലിൽ മുക്കിക്കളയുവാനായിട്ടിടയായിത്തീരുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഫറവോൻ എന്താണ് ചെയ്യുന്നത്? അവിടെ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റിനെ കൊണ്ടാണ്, ഏറ്റവും നല്ല രഥങ്ങളെ കൊണ്ടാണ് ഇസ്രായേൽ മക്കളെ പിടിക്കുവാനായിട്ട് കടന്നു വരുന്നത്. സകലരെയും കൂട്ടി, സകല പടയാളികളെയും സകല രഥങ്ങളും പൂട്ടി കടന്നു വരുന്നത്. എത്ര ബലവത്തായാലും അതിനെ കൊണ്ട് ദൈവം മക്കളുടെ പുറകെ വന്നു കഴിഞ്ഞാൽ വലിയവനായ ദൈവം അതിനെ തകർത്ത് കളയും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എത്ര വലിയ ശക്തികൾ വന്നാലും, എത്ര വലിയ പ്രതികൂലങ്ങൾ വന്നാലും ദൈവം അതിനെയൊക്കെ തകർത്തുകൊണ്ട് ഈ ദിവസങ്ങളിൽ മുന്നോട്ട് നമ്മളെ നടത്തുവാൻ ശക്തനായ ഒരു ദൈവമാണ് നമുക്ക് വേണ്ടി ചില വഴികളെ തുറന്നു തന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ ആ വഴിക്ക് മുന്നിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞല്ലോ, എന്റെ അനുഭവത്തിലൂടെയാണ് ഞാൻ പറഞ്ഞത്. ഇനി മുന്നോട്ട് എന്ത് ചെയ്യുമെന്ന് പലപ്പോഴും ഞാൻ ആലോചിച്ച സാഹചര്യമുണ്ട്. ഇന്ന് ഈ നിമിഷം വരെയും പലപ്പോഴും ഇനി എന്ത് എന്റെ മുന്നോട്ടുള്ളത് എങ്ങനെ പോകുമെന്ന് ഞാൻ ആലോചിച്ച് നിന്ന സമയത്തും വലിയവനായ ദൈവം എന്നെ നിന്ദിക്കാതെ മാനിച്ചു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആ ദൈവസന്നിധിയിൽ ഞാൻ ഏൽപ്പിച്ചു കൊടുത്തു. പലപ്പോഴും സാമ്പത്തികമാകുന്ന ബുദ്ധിമുട്ടുകളാൽ, പലപ്പോഴും പലവിധമാകുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോഴും ഞാനും പ്രിയ കൂട്ടായി തന്ന ദാസിയും ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ പറയും, ഇനി എന്തെന്ന് പറയുമ്പോൾ പറയുന്ന ഒറ്റൊരു കാര്യം ഞങ്ങൾ ഒരുമിച്ച് പറയും, വിളിച്ച ദൈവം വിശ്വസന, ദൈവം ഇതുവരെ നടത്തി, ദൈവം ഇനിയും നടത്തും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ പോലും അറിയാത്ത വഴികള്, ജോലി മേഖലകള് ദൈവം സമയത്ത് ഒരുക്കി തരും. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് എൻ്റെ ചില EMI അടയ്ക്കേണ്ട സാഹചര്യങ്ങൾ വന്നപ്പോൾ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടി ഞാൻ പ്രയാസപ്പെട്ടിരുന്നു. 2 ദിവസം മുമ്പ് ജോലിയൊക്കെയും ഇപ്പോൾ ജോലിക്കൊക്കെ അധികം കടന്നു പോകുന്നില്ല. ജോലി ഉണ്ടായിരുന്ന ജോലിയുടെ പല മേഖലകളും പല കാരണത്താൽ പലതും അടയപ്പെട്ടു. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ പ്രയാസപ്പെട്ടിരുന്ന ഒരു സാഹചര്യം. പ്രൈസ് ദി ലോർഡ്. വലിയവനായ ദൈവം പല വഴികൾ പലതായിട്ട് തുറന്നു തന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇതുവരെയും ഞാൻ പ്രിയ മിനിയാൻറ്റി പറഞ്ഞതുപോലെ ഇടക്കാലം കൊണ്ട് ദൈവസന്നിധിയിൽ നിന്നൊരു മാറിയ അനുഭവം എനിക്കുണ്ടായിരുന്നു. ആ സമയത്താണ് രണ്ടാമതൊരു പൈതലിന്റെ ഈ വിഷയം കടന്നു വന്നത്. ദൈവം ഞങ്ങളെ കൂടുതലായി ചേർക്കുവാനായിട്ടിടയായിരുന്നു. ദൈവസന്നിധിയിലേക്ക് കൂടുതലായിട്ട് അടുപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ആ ദൈവസന്നിധിയിലേക്ക് കൂടുതലായിട്ട് ഞങ്ങളെ അടുപ്പിച്ചപ്പോൾ ഹല്ലേലൂയ, ഇന്ന് ദൈവത്തിന് വേണ്ടി നിൽപ്പാൻ എന്ത് പ്രതികൂല സാഹചര്യം, ഞങ്ങളുടെ സാഹചര്യങ്ങളെ കാര്യങ്ങളൊന്നുമല്ല നോക്കുന്നത്, ദൈവത്തിന് വേണ്ടി നിൽപ്പാൻ. എനിക്കാണ് ഏറ്റവും കൂടുതൽ വർക്ക് വരുന്നത് ബുധനാഴ്ച ദിവസമേ. സ്തോത്രം. ബുധനാഴ്ച മീറ്റിങ്ങിന് കടന്നു പോകാൻ, എന്ത് വന്നാലും മീറ്റിങ്ങിന് കടന്നു പോകുക എന്ന് മാത്രമാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും മീറ്റിങ്ങിന് കടന്നു പോയാൽ ചിലപ്പം വരാൻ ലേറ്റ് ആകുന്നുണ്ട്, കുഞ്ഞിനെ പോലും സ്കൂളിൽ വിടത്തില്ല. സ്തോത്രം. എന്നാൽ ഒരു ദിവസം മീറ്റിങ്ങിന് കടന്നു പോകാതിരുന്നാൽ അത് ഞങ്ങൾക്ക് വലിയ നഷ്ടമായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം.
ദൈവം ഈ നാളുകളിൽ വ്യക്തമായി ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. വിളിച്ച ദൈവം വിശ്വസന. പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ ഒക്കെ കടന്നു വന്നാലും നമ്മുടെ അമ്മ കാണുകയില്ല, അപ്പം കാണുകയില്ല, സഹോദരങ്ങൾ നമുക്ക് കാണുകയില്ല കൂട്ടായിട്ട്. പക്ഷേ നമ്മളെ വിളിച്ചൊരു ദൈവമുണ്ട്. ആ ദൈവം നമുക്ക് കൂട്ടായിട്ട് ഏത് സാഹചര്യത്തിലും ഏത് പ്രതികൂല മേഖലകളും നമ്മുടെ മുന്നിലുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് കടന്നു വന്ന് അവർ ചെങ്കടലിനെ വിഭജിച്ച് ചെങ്കടലിന്റെ നടുവിൽ കൂടെ ഉണങ്ങിയ നിലത്തൂടെ യാത്ര ചെയ്തു. മരുഭൂമിയുടെ അനുഭവത്തിലായിരുന്നപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന് അവർ ചിന്തിച്ചപ്പോൾ വലിയവനാദ്യം ഒരു മനുഷ്യനും ചിന്തിക്കാത്ത രീതിയിൽ, ഒരുവനും പ്രവർത്തിക്കാത്ത രീതിയിൽ വലിയവനാദ്യം അവർക്ക് കൊണ്ട് വലിയൊരു അത്ഭുതത്തെ അവിടെ പ്രവർത്തിച്ചു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇന്ന് പ്രഭാതത്തിങ്കൽ ഞാൻ പറയട്ടെ, ഈ 3:50 ഈ സമയത്ത് ഞാൻ പറയട്ടെ, ദൈവാത്മാവ് എന്നോട് പറയുന്നു, ഈ ചെങ്കടലിന്റെ അനുഭവത്തിൽ നിൽക്കുമ്പോൾ വലിയവനാദ്യം നിങ്ങൾക്ക് വേണ്ടി പുതിയൊരു വഴിയെ തുറക്കാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. മരുഭൂമിയുടെ അനുഭവത്തിൽ നിന്ന് പുതിയൊരു വഴി. നമ്മൾ ഓർക്കും, ഈ മരുഭൂമിയുടെയും ചെങ്കടലിന്റെ നടുവിൽ നിൽക്കുമ്പോൾ എനിക്ക് എന്താണ് പുതിയൊരു വഴി? മരുഭൂമിയുടെ അനുഭവത്തിൽ എന്താണ് എനിക്കൊരു വഴി? അതെ, വഴി നമ്മൾ ആരും നനയ്ക്കാത്ത ഒരു വഴിയാ. സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് നടുവിൽ വലിയവനാദ്യം ചില വഴികളെ തുറക്കുവാൻ വേണ്ടി പോവുക. സ്തോത്രം. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? വിശ്വാസമുള്ള ദൈവമക്കൾ ദൈവകരത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചു. ഈ ദിവസങ്ങൾ ചില വഴികളെ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കുവാൻ പോകുന്ന സമയങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പോലും കരുതുകേലാത്ത വഴികളാണ് നമുക്ക് വേണ്ടി. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വ്യക്തികളിലൂടെ ആയിരിക്കും ചിലപ്പോൾ ചില വഴികളെ നമുക്ക് തുറക്കുവാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്തെന്നറിയത്തില്ല, ദൈവാത്മാവ് എന്നോട് പറയുന്നു, ശക്തമായി പ്രാർത്ഥിക്കുക. ചില ഫറവോന്റെ പിടിയിൽ കിടക്കുന്ന ചിലതിനെ തിരഞ്ഞെടുക്കുവാൻ, ചിലതിനെ വലിച്ചെടുക്കുവാൻ വലിയവനായ ദൈവം വലിയൊരു ശുശ്രൂഷ ഈ ഗ്രൂപ്പിന്മേൽ, പ്രൈസ് ദി ലോർഡ്, നിങ്ങളുടെ മേൽ വലിയവനായ ദൈവം നിങ്ങളുടെ മേൽ ഏൽപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം. അതിനായിട്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോണം. ചില തലമുറകളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഫറവോന്റെ അധീനതയിൽ കിടക്കുന്ന ചില തലമുറകളെ വലിയവനായ ദൈവം മുക്കിക്കളയുന്ന ചില ദിവസങ്ങളാണ്. ഫറവോനെയും സൈന്യത്തെ മുക്കിക്കളഞ്ഞതുപോലെ ചിലതിനെ മുക്കിക്കളഞ്ഞ് അതിൽ നിന്ന് വലിച്ചെടുത്ത് ദൈവത്തിന് ആവശ്യമുള്ളതിനെ വലിയവനായ ദൈവം ദിവസങ്ങളിൽ വലിച്ചെടുക്കുന്ന ദിവസങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചോണം. പലപ്പോഴും ദൈവത്തിന്റെ ആത്മാവിനാൽ പലപ്പോഴും ദൈവാത്മാവ് വ്യക്തമായി ഇടപെട്ടു. ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി ഇടപെട്ടിട്ടും പിന്നെയും ഫറവോന്റെ ഹൃദയം കഠിനമായതുപോലെ കഠിനമായി പോകുന്ന ചിലതിന്മേൽ വലിയവനായ ദൈവത്തിന്റെ കരം ഈ ദിവസങ്ങളിൽ ചലിക്കും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ശക്തമായി പ്രാർത്ഥിച്ചോണം. ദൈവാത്മാവിനോട് പറയുന്നു, വ്യക്തമായി പറയുന്നു, ചിലതിന്മേൽ വലിയവനായ ദൈവത്തിന്റെ കരം ചലിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ചിലതിന്മേൽ ദൈവത്തിന്റെ കരം ഭാരമായി തീരും. കാരണം ദൈവാത്മാവ് വ്യക്തമായി പറഞ്ഞിട്ടും അതിൽ നിന്ന് ഫറവോന്റെ അടിമതയിൽ നിന്ന് തിരിഞ്ഞു വരാൻ കഴിയാതെ പിന്നെയും ഹൃദയത്തെ കഠിനമാക്കി ഇരിക്കുന്നതിന്മേൽ വലിയവനായ ദൈവത്തിന്റെ കരം ചലിക്കും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ശക്തമായി പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകലില് വലിയവനായ ദൈവം നമുക്ക് വേണ്ടി തുറക്കുന്ന ചില വഴികളുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മേഖലകളിൽ, നമ്മൾ ഒരിക്കലും കരുതുകയില്ലാത്ത മേഖലകളിൽ, നമ്മുടെ മുന്നോട്ടുള്ള ചില പേപ്പർ ഭാഗങ്ങളുടെ നീക്കങ്ങൾ വരെയും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇരിക്കുന്നത് വിട്ടുപോയ ചില കാര്യങ്ങൾ എന്ത് ചെയ്യും? ഈ ദിവസങ്ങൾ വലിയവനാദ്യം നമുക്ക് വേണ്ടി തുറക്കുവാനായിട്ട് ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ദൈവകരങ്ങൾ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങൾ വലിയവനാദ്യം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒരു ശക്തമായ നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുക. ഇത്രത്തോളം ദൈവവചനത്തിൽ നിന്ന് സംസാരിപ്പാൻ എനിക്ക് അവസരം ഒരുക്കി തന്ന പ്രിയ മിനിയാൻഡിയോടും പ്രിയ മിനിസ്ട്രിയോടും ഇതിൽ പങ്കെടുത്ത എല്ലാ ദൈവമക്കളോടുമുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. നിങ്ങളൊക്കെ ഓർക്കുന്ന സമയങ്ങളിൽ എന്നെയും കുടുംബത്തെയും വഹിച്ച് പ്രാർത്ഥിക്കുക. ഞാനും നിങ്ങളെയൊക്കെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കും. വലിയവനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് പ്രഭാതത്തിങ്കൽ ഈ മീറ്റിംഗ് പങ്കെടുത്ത എല്ലാവരോടും ദൈവനാമത്തിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. ഗോഡ് ബ്ലെസ് യു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ദൈവീക ആലോചന നൽകി തന്ന സഹോദരനോർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഇന്ന് ഹല്ലേലൂയ നിങ്ങൾ അതിന് മുമ്പോട്ട് പ്രവാചന പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിന് തൊട്ട് മുമ്പത്തെ വാക്യം മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കപ്പെട്ട ഇതാ ഞാൻ പുതിയതൊന്നും ചെയ്യുന്നത്. നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ പലതും മുമ്പുള്ളയൊക്കെ ഓർത്തുകൊണ്ട് ഹാലേലിയ ആമീൻ പലതും പഴഞ്ഞുപോയ കാലങ്ങളെ ചിന്തിച്ചുകൊണ്ട് ഹാലേലിയ പലപ്പോഴും ഇന്ന് ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നത് കാണാൻ കഴിയാതിരിക്കുന്നൊരു അവസ്ഥയുണ്ട്. ഹാലേലിയ. കാരണം അപ്പോഴൊക്കെ ആലോചിക്കുമ്പോൾ ഹാലേലിയ നമ്മൾ ചിന്തിക്കുമ്പോൾ എപ്പോഴാ നല്ലതൊന്നും ചിന്തിക്കത്തില്ലല്ലോ, മനുഷ്യരല്ലേ. പണ്ട് ദൈവം നമുക്ക് അത്ഭുതം ചെയ്തിട്ടുണ്ട്, വിടുതൽ ചെയ്തിട്ടുണ്ട്. ഒന്നുമില്ലാതെ ചേറ്റിൽ കിടന്ന ഹാലിനെ നമ്മളെ ദൈവം തെരഞ്ഞെടുത്ത് ഹാലേലിയ കൊണ്ടുവന്ന് ശ്രേഷ്ഠമായ പൊസിഷനിലാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ ചിന്തിക്കത്തില്ല.
നെഗറ്റീവ്സ് ഒക്കെ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് പലപ്പോഴും ഹാലലൂയ ദൈവം നമുക്ക് വേണ്ടി തുറക്കുന്നത് കാണാൻ കഴിയാറില്ല. ഹാലലൂയ ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കുന്ന ഫറവോൻ സൈന്യം പിന്നാലെ വരുമ്പോൾ ഇസ്രായേൽ സൈന്യം പിന്തിരിഞ്ഞു നോക്കി നിലവിളിക്കുന്നത് നമ്മൾ കാണുന്നത്. എന്തിനു പറയുന്ന ദൈവത്താൽ നിയോഗിക്കപ്പെട്ട അഭിഷിക്തൻ പോലും അവിടെ നിലവിളിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. മോശ പോലും നിലവിളിക്കാൻ ദൈവം ചെയ്തു, മോശെ നീ എന്തിനാ കരയുന്നത്? ഇന്ന് ഇരിക്കുന്ന ഈ ഓരോ മോശന്മാരും ഇരുന്ന് കരയുമ്പോൾ ചില പ്രതികൂലങ്ങളെ കണ്ട് അതിന്റെ മുമ്പിൽ ഇത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന മോശന്മാരെ അവിടെ ഇരിക്കുന്ന പലരും. ദൈവം വിളിച്ച് വേർതിരിച്ച് അധികാരം തന്ന് ഇറക്കിയിട്ടും ഇന്നും നമ്മൾ എന്താ പറയുക, പിന്നാലെ വരുന്നത് നോക്കി കരയുക ചെയ്യുന്നത്. കരയാനല്ല ദൈവം നമ്മളെ വിളിച്ച് നിർത്തിയിരിക്കുന്നത്. നമുക്ക് കൽപ്പിക്കാൻ ദൈവം അധികാരം തന്നിട്ടുണ്ട്. ചില പ്രതികൂലത്തെ നോക്കി നമ്മൾ കൽപ്പിച്ചാൽ ആ പ്രതികൂലം വഴി മാറും. ഹാലേലിയ അത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ മറന്നു പോയിട്ട് അവരെ പോലെ നിലവിളിക്കുന്നവരാ, പിറുപിറുക്കുന്നവരാ, ദൈവത്തോട് പരാതി പറയുന്നവരാ. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥകളുമാണ് ഇന്നത്തെ ദിവസം പറഞ്ഞ പോലെ പലർക്കും വേണ്ടിയിട്ടും ചില പ്രതികൂലങ്ങൾ ഇരിക്കുന്നവർ, ചില വിഷയങ്ങളുമായി ദിവസങ്ങളിൽ വർഷങ്ങളായി പ്രാർത്ഥിച്ച് നമ്മുടെ മുമ്പിൽ പ്രതികൂലമായി നിൽക്കുന്നതിനെയൊക്കെ നീക്കിക്കളയാൻ ദൈവത്തിനൊരു നിമിഷം പോലും വേണ്ട. നമ്മൾ ഇസ്രായേൽ ജനത്തിന്റെ യാത്ര നമ്മൾ കാണുന്നത് എരീഹോ മതിൽ. കഴിഞ്ഞ ദിവസം ദൈവദാസൻ എവിടെയോ ഒരു മെസ്സേജ് പറയുന്നതേ കേട്ടത്. എരീഹോ മതില് ദൈവം ഇടിച്ച് അല്ലെങ്കിൽ ഇവരെല്ലാവരും ചേർന്ന് നമുക്കൊന്ന് ഇടിച്ച് കളയാന്ന് വെച്ചാൽ ഇടിച്ചിരുന്നെങ്കിൽ അവർക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല. കാരണം എന്താന്ന് വെച്ചാൽ ആ ഇടിച്ച് തന്നെ വേസ്റ്റ് എല്ലാം കൊണ്ടാണ് വീണത്. അതൊന്ന് ക്ലിയർ ചെയ്യണമെങ്കിൽ തന്നെ എടുക്കും, വർഷങ്ങളെടുക്കും. ഹല്ലേലൂയ. പക്ഷെ ദൈവം പ്രവർത്തിക്കും വർഷങ്ങളും മാസങ്ങളും ദിവസങ്ങളും ഒന്നും വേണ്ട, ചിലപ്പോൾ മിനിറ്റുകളും സെക്കൻഡുകളും കൊണ്ട് ദൈവം പ്രവർത്തിക്കും. ഹാലയില് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ദൈവം നമ്മുടെ ദൈവം സൂപ്പർ നാച്ചുറൽ ദൈവമാണ്. സാധാരണയായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയല്ല നമ്മുടെ ദൈവം. കഴിഞ്ഞ ദിവസം ഞാൻ പറയും ചെയ്തു, എന്റെ മോളിനോട് പറഞ്ഞു, എന്തായാലും യേശുപ്പച്ചൻ തന്നെ ചെയ്യണം നമുക്ക് കാര്യങ്ങൾ. എന്നാൽ യേശുപ്പച്ചൻ അങ്ങ് നേരത്തെ എന്തിനാ ഈ ലാസ്റ്റ് മൊമെന്റ് കൊണ്ടുവെക്കുന്നത്? ലാസ്റ്റ് മൊമെന്റ് വെക്കുന്ന വെച്ചാൽ ദൈവമാണ് പ്രവർത്തിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. നമ്മളെ ബുദ്ധിയും ശക്തിയും കഴിവും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ പലതും ചെയ്യുമ്പോൾ സ്തോത്ര പക്ഷെ ദൈവം ചെയ്യുമ്പോൾ രാജ്യത്തിന്റെ നിയമത്തെ കൂടെ മാറ്റിക്കൊണ്ട് ദൈവം ചിലത് പ്രവർത്തിക്കും. അപ്പൊ നമ്മൾ പറയൂ ദൈവം തന്നെയാ ചെയ്തത്, അല്ലെങ്കിൽ അതൊരു നോർമൽ കാര്യമായിട്ട് നമുക്ക് തോന്നും. ഇത് ദൈവം തന്നെയാ ചെയ്ത്. ദൈവത്തിന്റെ മഹത്വം ദൈവം ആർക്കും വിട്ടുകൊടുക്കത്തില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ദൈവം ചെയ്യുന്ന കാര്യങ്ങളിൽ ദൈവമാണ് ചെയ്തതെന്ന് ദൈവം അറിയണം. ചിലതിനെയൊക്കെ പിശാചി വിചാരിക്കുന്നത് അവൻ വിഴുങ്ങിക്കളഞ്ഞു, അല്ലെങ്കിൽ അവൻ വയക്കകത്ത് ആക്കി വെച്ചേക്കുക, അല്ലെങ്കിൽ ഞാൻ പിടിച്ചു വെച്ചിരിക്കുക, ഇത് വിട്ടുതരത്തില്ല എന്ന് പറയുമ്പോൾ ദൈവം അതിന് അനുവദിച്ചു കൊടുക്കും. ചില സന്ദർഭങ്ങളിൽ ചില തലമുറകളെ ഓർത്തുകൊണ്ട് ദേവദാസൻ സൂചിപ്പിച്ച പോലെ ചില തലമുറകളെ ഓർത്ത് കരയുന്ന ചിലരുണ്ട്. ഇവിടെ അവർ വിചാരിക്കുന്ന പിശാചിപ്പ് വിചാരിക്കുന്ന ഇവരുടെ കയ്യിൽ നിന്ന് ഞാൻ പിടിച്ച് എടുത്തു എന്ന് വിചാരിക്കും. ദൈവം വിട്ടുകൊടുക്കും. എന്തിനാണെന്നറിയാമോ? ഹാലേലൂയ. അതിനെ പിശാച് എത്രത്തോളം വയലറ്റ് ആക്കിയെന്ന് പറഞ്ഞാലും ഒറ്റ നിമിഷം കൊണ്ട് അതിനെ പുറത്തെടുക്കാൻ ദൈവത്തിന് കഴിയും. അത് പുറത്തെടുക്കുമ്പോൾ ഇവർ പറയും എന്താ പറയുക, അയ്യോ ദൈവമാണ് എന്റെ തലമുറയെ വിടുവിച്ചതെന്ന് പറയും. ഹാലേലൂയ. ഇല്ലെങ്കിൽ നമുക്കൊക്കെ ഒരു തോന്നല്ല, നമ്മുടെ പ്രാർത്ഥനയാണ്, നമ്മുടെ ജീവിതമാണ്, നമ്മുടെ വിശുദ്ധിയാണ് ഇതൊക്കെ നടത്തുന്നത്. പക്ഷെ നമ്മൾ ദൈവം പറയും ഞാൻ എപ്പോഴും പറയും, നമ്മുടെ പ്രാർത്ഥന കൊണ്ട്, പ്രാർത്ഥിക്കരുതല്ല ഞാൻ പറയുന്നത്, പക്ഷെ നമ്മുടെ പ്രാർത്ഥന കൊണ്ടോ നമ്മുടെ വിശുദ്ധി കൊണ്ടോ നമ്മുടെ ദിവസ സമർപ്പണം കൊണ്ടോ അല്ല പലപ്പോഴും നമുക്ക് കാര്യം. നമ്മുടെ ദൈവത്തിന്റെ സ്നേഹമാണ്, അത് മനസ്സലിവാണ്. ദൈവത്തിന് നമ്മളോട് കരുണയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുന്നത്. നമ്മൾ പലപ്പോഴും നിന്ന് നോക്കുമ്പോൾ ഞാൻ പറയാം, നമുക്ക് വേണ്ടി ദൈവം ചെയ്യുന്നത് അനുസരിച്ച് നമ്മൾ യോഗ്യരാണോ? നമ്മുടെ യോഗ്യത കൊണ്ടാണ് എനിക്കിത് കിട്ടിയെന്ന് പറയാൻ ആർക്കെങ്കിലും കഴിയുമോ? ഒരിക്കലും ഇല്ല. കാരണം വെച്ചാൽ നമ്മൾ ആരും ദൈവസന്നിധിയിൽ നിന്ന് നിൽക്കുമ്പോൾ നമ്മൾ ആരും യോഗ്യരല്ല. ഇത് പ്രാപിക്കാൻ വേണ്ടി നമ്മൾ യോഗ്യരല്ല. പക്ഷെ നമ്മൾ യോഗ്യർ അല്ലാതിരിക്കുമ്പോഴും നമ്മളെ യോഗ്യരാക്കുന്ന ഒരു കാര്യം നമ്മുടെ ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹമാണ്. ഹല്ലേലൂയ. ആ സ്നേഹം നമ്മളെ പലപ്പോഴും യോഗ്യരാക്കി മാറ്റും. നമ്മുടെ പ്രതികൂലങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ശക്തി ഇറങ്ങുന്നതിന്റെ കാരണം നമ്മുടെ വിശുദ്ധിയോ നമ്മുടെ പ്രാർത്ഥനയോ നമ്മുടെ ഉപവാസമോ കൊണ്ടല്ല, ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം കൊണ്ടും ദൈവത്തിന് നമ്മളോട് മനസ്സലിവ് കൊണ്ടുമാണ്. ഹല്ലേലൂയ. ആ മനസ്സലിവും ആ സ്നേഹം വെളിപ്പെടുമ്പോഴാണ് നമ്മുടെ കണ്ണൊന്നും നിറഞ്ഞ് നമ്മൾ ദൈവസന്നിധി ഹൃദയം പകർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ മനസ്സലിവ് അവിടെ വരുന്നത്. നമ്മുടെ കരച്ചിലും നമ്മുടെ പ്രാർത്ഥനയും കണ്ടിട്ടല്ല, നമ്മുടെ കണ്ണ് നിറയുമ്പോൾ ഹാലേലിയ അവൻ വേദനിക്കുന്ന ഒരു ഹൃദയം നമ്മുടെ കർത്താവിന്റെ ഹൃദയം.
ഹാലലുയ. അത് നമ്മളോടുള്ള ആ സ്നേഹത്തിൽ നിന്ന് വരുന്നതാ. ഹാലലുയ. നമ്മൾ മനസ്സിൽ ഇങ്ങനെ ഒരു കാര്യം ചിന്തിച്ച് കർത്താവെ ഇനി എന്ത് ചെയ്യുമെന്ന് ജോജി ബ്രദർ പറഞ്ഞ പോലെ ആ നെക്സ്റ്റ് മൊമെന്റ് എന്താണ്, വാട്ട് ഈസ് നെക്സ്റ്റ് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പേ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച ദൈവമാണ്. ഞാൻ പലപ്പോഴും നമ്മൾ നേരത്തെ മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്. ദൈവം കൂടിയിരുന്ന മരുഭൂമി കൂടിയിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കാൻ വന്നിരുന്നവര് അവിടെ ഇരുന്നപ്പോൾ അവിടെ ഒരു ബാലന്റെ കയ്യിൽ അപ്പം എടുത്ത് അവിടെ കാണുന്ന അപ്പം എടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി നുറുക്കി. നമ്മളൊക്കെ വിചാരിക്കും നമുക്കൊക്കെ ജീവിതത്തിൽ നുറുക്കലാണ് ആദ്യം വെളിപ്പെടുന്നതെങ്കിൽ, പക്ഷെ വാഴ്ത്തൽ അല്ലെങ്കിൽ അനുഗ്രഹിച്ചതിന് ശേഷം അത് നുറുക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില നുറുക്കലിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതിനെക്കാട്ടി മുന്നമേ നമ്മളെ അനുഗ്രഹിച്ച ദൈവമാണ്, അത് വാഴ്ത്തിയ ദൈവമാണെങ്കിൽ ആ അനുഗ്രഹം വെളിപ്പെട്ടതിന് ശേഷം ഈ നുറുക്കൽ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. നമ്മളുടെ ഇടിയും മിന്നലും ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരുമിച്ച് നമ്മൾ മിന്നലാണ് ആദ്യം കാണുന്നത് എന്ന് പറയുന്നത്. പക്ഷേ അതുപോലെ തന്നെയാണ് നമ്മളെ അനുഗ്രഹിച്ചതിന് ശേഷമാണ് നുറുക്കൽ നടക്കുന്നത്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നുറുക്കലാണ് നമുക്ക് ആദ്യം ഫീൽ ചെയ്യുന്നെങ്കിലും ഒരു നുറുക്കൽ നമ്മുടെ ജീവിതത്തിലുണ്ട്, ഒരു അനുഗ്രഹം ഓൾറെഡി അവിടെ ഉണ്ട്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ പോയി എത്ര വലിയ ഭാരമായിട്ട് ഞാൻ പറയും. ഇപ്പം നമുക്ക് ആർക്കും പരിഹരിക്കാൻ കഴിയാത്തൊരു വിഷയമാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നതെങ്കിലും നമ്മുടെ വിഷയത്തെക്കാൾ വലിയവനായ ദൈവം നമ്മുടെ കൂടെയുള്ളതെന്ന് നോക്കണം. ആ ദൈവത്തെ നമ്മൾ ഓർക്കണം. ഹല്ലേലൂയ. ആ ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഏത് വിഷമഘട്ടമാണെങ്കിലും, എത്ര വലിയ പ്രയാസമാണ്, എന്ത് രോഗമാണെങ്കിലും, എന്ത് ഭാരമാണെങ്കിലും അതിന് ഒരു സെക്കൻഡ് പോലും ഇല്ലാത്ത പോലും വേണ്ടാതെ മാറ്റിക്കളയാൻ കഴിയുന്ന ദൈവമാണ്. അപ്പൊ ഇതാ ഞാൻ പുതിയതൊന്ന് അത് ഇപ്പോൾ അനുഭവിക്കും, നിങ്ങളത് അറിയുന്നില്ലേ. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ പറഞ്ഞു തീരുന്ന മുമ്പ് അത് സംഭവിച്ചിരിക്കും. ഹാലൂയ. അപ്പോൾ ഇന്നത്തെ ദിവസം ഈ വചനത്തിൽ നമുക്ക് തന്നതുപോലെ മരുഭൂമി ചില വഴികൾ മരുഭൂമി വഴി തുറക്കാതെ എളുപ്പമൊന്നുമല്ല. ഞങ്ങളൊക്കെ മരുഭൂമി ജീവിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവിടെ ഒരു കാര്യം അങ്ങനെ ഒരു വഴിയൊക്കെ വെളിപ്പെടണമെങ്കിൽ എത്ര ദിവസങ്ങൾ അല്ലെങ്കിൽ എത്ര പ്രയാസമാണെന്നുള്ള കാര്യം പറഞ്ഞ പോലെ ഒരു സാൻഡ്സ്റ്റോം ഒക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഒരു പൊടിക്കാറ്റൊക്കെ അടിച്ച വഴി ഏതാ റോഡ് ഏതാ പോലും മനസ്സിലാകാൻ കഴിയാത്ത രീതിയിൽ ആയിരിക്കുന്ന സ്ഥലം അവിടെ ഒരു വഴി തുറക്കുമെന്ന്. അത് ആ വഴി എന്താ പെട്ടെന്നുണ്ടാകുമെന്ന് പറയുന്നത്. നമ്മുടെ ദൈവം ചിലത് ചെയ്യുമ്പോൾ ദിവസങ്ങളും മാസങ്ങളും എടുത്തിട്ടല്ല, ചില സെക്കൻഡുകൾ വെച്ച് ദൈവം ചിലത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ആ പ്രവർത്തിക്കുന്നത് ദൈവം തന്നെയാണ് ചെയ്തതെന്ന്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ ഹാലിന്റെ മോൾക്ക് വേണ്ടിയിട്ടല്ല, അവിടെ UK-യിൽ 2 മാസം എടുത്ത് ചെയ്യേണ്ട കാര്യം 2 ദിവസത്തിന് പോലും എടുക്കാതെ ദൈവം അത്ഭുതകരമായി ചെയ്തു കൊടുത്തൊരു ദൈവം നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതുപോലെ നമുക്ക് വേണ്ടി ഓരോരുത്തർക്കും വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും പിന്തിരിഞ്ഞ് ഫറവോനെ കാണുമ്പോൾ നമ്മൾ പിറുപിറുക്കാറുണ്ട്. ഫറവോന്റെ സൈന്യത്തെ കാണുമ്പോൾ നമ്മൾ നിലവിളിക്കാറുണ്ട്. നമ്മൾ ചെയ്യും കർത്താവ് എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിച്ചിറക്കിയത്, ഇതിനാണ് എന്നെ വിളിച്ചിറക്കിയത്, ഞാൻ അവിടെയാണ് ഇത്രയും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, പാരമ്പര്യത്തിലാണ് ഇത്രയും വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല, അവിടെ നിന്ന് വിളിച്ചിറക്കിയിട്ട് എന്നെ കൊണ്ടൊന്ന് ഇങ്ങനെ ഇട്ട് വിഷമിപ്പിക്കാനാണ് ഇറക്കിയത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്, ചോദിക്കാറുണ്ട് പലരും. നിന്ന് ചോദിക്കാറ്. ഇപ്പൊ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പിന്തിരിഞ്ഞ് മിസ്രൈമിലേക്ക് ഇറച്ചിക്കലങ്ങളുടെ അടുക്കിലേക്ക് പോകുന്ന ഇസ്രായേൽ ജനത്തിന്റെ സ്വഭാവം തന്നെയാണ് നമുക്ക്. ഞാൻ പറയും എല്ലാവരും പ്രസംഗിക്കുമ്പോൾ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് മിസ്രൈം ജനത്തിന്റെ പിറുവിറുപ്പിനെ കുറിച്ച്. ഞാൻ പറയും കർത്താവെ ഞാനെപ്പോൾ പറഞ്ഞിട്ടുണ്ട് ദൈവമേ അവര് മരുഭൂമി കൂടെ ആ യാത്രകൾ ഇത്രയല്ലേ പിറുവിറുത്തോളും. നമ്മൾ മരുഭൂമിയില്ല, നമുക്ക് ഭക്ഷണം കിട്ടാതെ വെള്ളം കിട്ടാതെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ ഇത്രയോ ഒന്നും ഇല്ലാന്നിട്ട് നമ്മൾ ഇതിനെക്കാട്ട് വലിയ പിറുവിറുപ്പാ. എന്നിട്ട് നമ്മൾ പറയോ അവരുടെ പിറുവിറുപ്പ് കണ്ടില്ലേ, ഇതിനെക്കുറിച്ച് അറിയോ അവരെന്ത് ജനം എന്തിനെങ്ങനെ പിറുവിറുത്ത് എന്നൊക്കെ നമ്മൾ നമ്മളാണെങ്കിൽ നമ്മൾ ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് ഇതിനെക്കാട്ടി കൂടുതൽ പിറുവിറുക്കുന്നവരാണ്. എന്നിട്ടാണ് അവരെ നോക്കിയിട്ട് കുറ്റം പറയുന്നത്. ഹല്ലേലൂയ ആമേൻ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും അതിനെക്കാട്ടി കൂടുതൽ ദിവസം പിറുപിറുക്കുന്നവരാണ്. ചിലപ്പോൾ വായ തുറന്ന് പിറുപിറുത്തൽ മനസ്സിലെങ്കിലും ചിന്തിക്കാറുണ്ട്. മനസ്സിലാക്കിയ എന്തെങ്കിലും വിഷയം വരുമ്പോൾ ഇങ്ങനെ വന്നിരുന്നു മൗനമായിട്ട് നീ വാ തുറന്ന് പറഞ്ഞ പിശാചി കേട്ടാലോ, അതുകൊണ്ട് നീ വാ തുറന്ന് പറയണ്ട, പിശാചി കേൾക്കേണ്ട, എന്നാൽ ദൈവം അങ്ങ് കേട്ടോട്ടെന്ന് വിചാരിച്ച് നമ്മൾ മനസ്സുകൊണ്ട് വിറുവിറുക്കുന്ന ആൾക്കാരാ കൂടുതൽ. നമ്മുടെ ഹൃദയത്തിൽ ചിന്തിക്കുന്നതിന് മുമ്പേ ആ ചിന്തിക്കാൻ പോകുന്ന എന്താ അറിയുന്ന ചിന്തനങ്ങൾ എപ്പോഴും വിവേചിക്കുന്ന ദൈവത്തിന് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് മനസ്സിലാക്കണം. അപ്പൊ ദൈവം പറയും നമ്മളോട് എന്നിട്ട് പറയുമ്പോൾ ദൈവം പറയും എന്നെക്കാട്ടി ഭേദം
മരുഭൂമി കൂടെ പോയി ഇസ്രായേൽ ജനമായിരുന്നു ദൈവം പറയും. ഹല്ലേലൂയ. കാരണം അവർക്ക് ഇത്ര വലിയ അധികാരമൊന്നും അല്ലെങ്കിൽ ഇത്ര വലിയ ഈ ഫേവർ ഒന്നും ദൈവം ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഹല്ലേലൂയ നമുക്ക് ഇത്രയൊക്കെ ചെയ്തിട്ട് നമ്മൾ പിറുപിറുക്കുന്നത്. പക്ഷെ നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ തീരുമാനം എടുക്കുക, ദൈവം ചെയ്യുന്നത് എല്ലാം നമ്മുടെ നന്മയ്ക്കാണ്. തന്നെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ട സകല നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ആ വചനത്തിന് വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരുത്തില്ല. ഹല്ലേലൂയ. ചില കാര്യങ്ങൾ ദൈവം നമ്മളെ ഹല്ലേലൂയ ചില പരീക്ഷകൾക്ക് അല്ലെങ്കിൽ ചില ടെസ്റ്റുകൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ അത് നമ്മളെ ദൈവരാജ്യത്തിന് അല്ലെ ദൈവത്തിന് കൊള്ളാകുന്നവരാക്കി മാറ്റുവാൻ വേണ്ടിയിട്ടാണ്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവൻ, അവൻ ദൈവത്തിന് കൊള്ളാകുന്ന തികഞ്ഞു വരുന്നത് യാക്കോബിന്റെ ലേഖനത്തിൽ പറയുമ്പോൾ ഹല്ലേലൂയ അവിടെ ദൈവം നമ്മളെ ചിലതിനൊക്കെ ഏൽപ്പിച്ചു കൊടുക്കാണ്ട് ചില സാഹചര്യങ്ങൾ എന്തിനാന്ന് വെച്ചാൽ ദൈവത്തിന്റെ മഹത്വം നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടും ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കാൻ വേണ്ടി. ജോജി പറഞ്ഞ ഞാൻ ദൈവത്തിന് പിന്തിരിഞ്ഞ് കുറച്ച് പിന്മാർഗങ്ങൾ പോയി അനുഭവമുണ്ട്. പക്ഷെ കുഞ്ഞിന്റെ ഒരു വിഷയം വന്നപ്പോൾ ആ വിഷയത്തിലൂടെ ദൈവം വീണ്ടും അവരെ ചേർത്ത് പിടിച്ചു. ആ ദൈവമായിട്ട് ബന്ധത്തിലേക്ക് ഇപ്പൊ വന്നേക്കുന്ന ഈ ബന്ധത്തിൽ ഇനി ഇവരെ പൗലോസ് പറയുന്ന പോലെ ഹാലിൽ പട്ടിണിയാണെങ്കിലും വാളാണെങ്കിലും എന്താ പറയാ എന്തൊക്കെ പ്രതികൂലം കൊണ്ടേ ക്രിസ്തുവും എന്നെയും തമ്മിൽ വേർപിരിക്കാൻ സാധ്യമല്ല എന്നൊരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത് അവരുടെ നല്ല കാലമല്ല, അവരുടെ ജീവിതത്തിൽ വന്നൊരു പ്രതിസന്ധിയാണ് അവരെ അടുപ്പിച്ചതെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളിൽ എപ്പോഴും ദൈവത്തോട് കൂടുതൽ നമ്മളെ അടുപ്പിക്കുന്നവരായി മാറും. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാൻ പറയാം ഓർഡിനേഷൻ ആകപ്പോ ചെന്നിരുന്നപ്പം മുതൽ എന്റെ ഹൃദയത്തിൽ വന്ന ഒരേ ഒരു വാക്യം അപ്പൊ ഞാനും എന്തുള്ളൂ എന്നുള്ള ആ ഒരു പാട്ടിന്റെ ലൈൻ ദാവീദ് പറഞ്ഞ പോലെ അപ്പൊ നമ്മൾ യോഗ്യരല്ലാതിരിക്കുന്ന പല സ്ഥാനത്ത് ദൈവം നമ്മളെ യോഗ്യരാക്കി മാറ്റുമ്പോൾ നമ്മുടെ ഉള്ളത്തിൽ വല്ലാത്ത സങ്കടവും വേദനയും ഒക്കെ തിറങ്ങി എന്താണെന്നറിയോ? അപ്പാ ഞാനിത് പോരല്ലോ. എനിക്ക് ആ അത്രത്തോളം ദൈവം നമ്മളെ സ്നേഹിക്കുന്നിടത്തോളം നമുക്ക് സിൻസിയറാകാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ മേൽ വരുന്ന റെസ്പോൺസിബിലിറ്റി കൂടി വരുമ്പോൾ നമുക്കത് ചെയ്ത് തീർക്കാനുള്ള ഹാലയില് നമ്മളിപ്പോ അത് ചെയ്യുന്നില്ലല്ലോ, അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടി ഇനിയും നമ്മൾ ഹാലയില് കൂടുതൽ അത് താഴ്ത്തി കൊടുക്കണമല്ലോ എന്നൊക്കെ ആലോചിക്കും നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ. കാരണം നമ്മുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചൊന്നുമല്ല നമ്മളിൽ ദൈവം യോഗ്യരാക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു യോഗ്യതയില്ലെന്ന് നമുക്ക് നന്നായി അറിയാവുന്ന സ്ഥാനത്ത് നമ്മൾ യോഗ്യരാക്കുമ്പോൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടുക, ദൈവത്തോടുള്ള വിശ്വസ്തത നമുക്ക് കൂടണം. ദൈവത്തിന് വേണ്ടിയിട്ടുള്ള എരിവ് നമുക്ക് കൂടണം. നമുക്ക് പഴയതുപോലെ വീണ്ടും അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. ഞാൻ ഇന്നലെ രാത്രി ദേവദാസനും രാത്രി ദേവദാസൻ സംസാരിച്ചപ്പോൾ വല്ലാതൊരു സങ്കടം എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ നിൽക്കുന്നു. എന്താ ആന്റി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല. ഞാൻ ഇത് എന്റെ ഉള്ളിൽ ആരോ പറഞ്ഞു ഇത് പോരാന്ന് പറയുന്ന പോലെ ഒരു തോന്നലാണ്. വീണ്ടും ആഴത്തിലേക്ക് ഇറങ്ങാൻ പറയുമ്പോൾ ഞാൻ ഇറങ്ങാതെ നിൽക്കുന്ന പോലെ ഒരു മനോഭാവത്തിലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം എനിക്ക് എന്റെ ഉള്ളിൽ അറിയാം നമ്മുടെ ആ വേണ്ടുന്നത് പോലെ അതിലെ ദൈവം ആഗ്രഹിക്കുന്ന പോലെ ലെവലിലേക്ക് നമ്മൾ എത്തുന്നില്ല. ഇത് ഒരു തോന്നൽ വന്നപ്പോൾ നമുക്ക് ഉള്ളിൽ വല്ലാത്ത സങ്കടം തോന്നുന്നു. കാരണം വെച്ചാൽ നമ്മുടെ എല്ലാവരുടെ ഹൃദയത്തെ ദൈവം നമ്മളിൽ ഇരിക്കുന്ന ആർക്കും പറയാൻ ഞാൻ വലിയ യോഗയായിരുന്നത് കൊണ്ടാണ് ഞാൻ എന്നെ ദൈവം വിളിച്ചതെന്ന് പറയാൻ പറ്റുന്ന ആരുമില്ല നമ്മുടെ കൂട്ടത്തിൽ. മനുഷ്യനായി പറഞ്ഞ ആർക്കത് പറയാൻ കഴിയത്തില്ല. പക്ഷേ ദൈവം നമ്മളെ യോഗ്യരല്ലാതിരുന്ന സ്ഥാനത്ത് നമ്മളെ യോഗ്യരാക്കി മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ കൂടുതൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണം, ദൈവത്തോട് കൂടുതൽ എടുക്കണം. ചില കാര്യങ്ങൾ തടസ്സമായി നിൽക്കുന്നെങ്കിൽ ഇന്നത്തെ പ്രഭാതി വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നത് മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുക. ഞാൻ പുതിയതൊന്നും ചെയ്യുന്ന മരുഭൂമിയിൽ ഒരു വഴി നിർജ്ജന പ്രദേശത്ത് നദികൾ ഒഴുക്കാൻ കഴിയുന്ന ദൈവത്തിന് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നെങ്കിൽ ചെങ്കടലിലെ ഒറ്റ സെക്കൻഡ് കൊണ്ട് അത് വിഭജിച്ചെന്ന് മാത്രമല്ല ഉണങ്ങിയ നിലത്തൂടെ അവർ നടത്തിയത് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. പറഞ്ഞ പോലെ ഒരു സമുദ്രത്തിന്റെ വെള്ളം വറ്റിയാലും നമ്മൾ അറിയാം അവിടെ ചെളിയായിട്ടും നനവായിട്ടൊക്കെ നിൽക്കുന്നത്. പക്ഷെ ഉണങ്ങിയ നിലത്തൂടെ കൊണ്ടുപോയെങ്കിൽ അങ്ങനെ നമ്മൾ കാല് വെക്കുന്ന സ്ഥലം എത്ര പെർഫെക്റ്റ് ആക്കണോ ദൈവത്തിന് നല്ല വഴിയിലൂടെ മാത്രം നമ്മളെ നടത്തുന്ന ദൈവം ഇപ്പോഴും നമ്മളെ നടത്തുന്ന നല്ല വഴി കൂടെ ചെളി പറ്റാനായിട്ട് ദൈവം അനുവദിക്കത്തില്ല. അതുകൊണ്ട് ആ ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കാം. അനുഗ്രഹിക്കോട്ടെ വചനം നമുക്ക് തന്ന ആ സഹോദരിയും കുടുംബത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനത്തെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറായിട്ട്. ആമേൻ. ഗോഡ് ബ്ലെസ് യു.